ഓക്കെ, ഷുവർ. സോ ഗുഡ് ഈവനിങ് എവരിവൺ. എവിടെ എല്ലാവരും ഇല്ലേ? ഹായ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എവിടെ കമൻസ്? വരട്ടെ. ഓൺലൈനിൽ എല്ലാവരും? ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്. എവിടെ ബാക്കിയുള്ളവര്? വേഗം പെട്ടെന്ന് എല്ലാവരും കമന്റ് ഇടി വേഗം. യെസ്, ഗുഡ് ഈവനിങ്. എത്ര പേരേ ഉള്ളൂ? ബാക്കിയുള്ളവരൊക്കെ എവിടെ, ഉറങ്ങാണോ? ഓക്കെ, യെസ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? യെസ്, ഗുഡ് ഈവനിങ്. റെഡി ആണോ? ഇന്നലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രോംപ്റ്റ് എഞ്ചിനീയറിന്റെ ഭാഗമൊക്കെ ആയിട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എല്ലാവരും വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നോ? ഗ്രൂപ്പിൽ ആരും അപ്ഡേറ്റ് ചെയ്ത് കണ്ടില്ല. ഐ തിങ്ക് ഷീറ്റിൽ കുറച്ച് പേര് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളല്ലോ. യെസ്, കുറച്ച് പേരുടെ അപ്ഡേറ്റ്സ് ആണല്ലോ. 4 പേരുടെ മാത്രമാണല്ലോ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല. ഇനി ആരെങ്കിലും പെൻഡിങ് ഉള്ളതുണ്ടോ? സോ പെൻഡിങ് ഉള്ളതുണ്ടെങ്കിൽ ഇന്നത്തെ സെഷൻസ് കഴിയുമ്പോൾ എന്താക്കുക, എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ ബാക്കിയുള്ള എല്ലാവർക്കും? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇന്നലത്തെ ചെയ്തിട്ടില്ല. ഓക്കെ, ഓക്കെ. സോ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? അതാരുടെ റെസ്പോൺസ് ഒന്നും വരുന്നില്ലല്ലോ. ഞാനിവിടെ കാണുന്നവരുടെ പേര് വിളിക്കാം. സോ ഓരോന്ന് ഓൺ ചെയ്തിട്ട് പറയാം. യെസ്, അഫ്രാസ് അമാൻ ആരായിരുന്നു? ക്ലിയർ ആണോ? ഓൺലൈനിലുണ്ടോ അഫ്രാസ്? അഫ്രാസ് ഓൺലൈനിലല്ലേ? ഓണാക്കി പോയതാണോ? അൻഷിത് ഓൺലൈനിലല്ലേ അവരാരും? ആൻഡ് ഫാത്തിമ മിർന ഓൺലൈനിലുണ്ടോ? ഫാത്തിമ മിർന. ഓക്കെ, ജസ്റ്റ് മൈക്ക് ഓപ്പൺ ആക്കോ. അഫ്രാസ്, യെസ്. ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നോ? ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? മൈക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമെങ്കിൽ മൈക്ക് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് റെസ്പോൺസ് ചെയ്യോ. ഞാൻ ഇപ്പോൾ പേര് വിളിച്ചവര്, ഞാൻ അതേപോലെ തന്നെ ഫൗസിയ, അതേപോലെ തന്നെ ഫഹദ്, മഷ്ഹൂദ്, നൂറ, റിസ്വാന, റിസാൻ, സഹല, ഷഹസിൻ, ഷിഫാൻ, തൻസീബ്, ഇവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിവൺ? സിസ്റ്റം ക്ലിയർ ആണോ? Yeah. ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. ആ, സോ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ? ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4 പേരുടെ ആണ്, 4 സംതിങ് കൂടുതലാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ ക്ലിയർ ആണല്ലോ? Yes. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, യെസ്. ബാക്കിയുള്ളവരൊക്കെ ക്ലിയർ അല്ലേ? ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താക്കുക, ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കുക. സോ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകട്ടെ. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അത് ക്ലിയർ ചെയ്തിട്ട് എന്താക്കാം, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താവും, ഡൗട്ട്സുകൾ വരുന്നുണ്ടാവും. ഓക്കെ, മറ്റേത് പിന്നെ എന്താ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ടോപ്പിക്ക് കണക്റ്റ് ആകാത്ത ഇഷ്യൂസ് വരും. സോ എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, യെസ്. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ക്ലിയർ, യെസ്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ശരി. എല്ലാവരും പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നോ ഇന്നലെ? നിങ്ങൾ കൊടുത്തു നോക്കിയപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ മുന്നത്തെ റെസ്പോൺസ് പോലെ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നുള്ളത്?
എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ? പ്രോംപ്റ്റിംഗ് ഇന്നലെ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്സ് വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുത്ത തന്നെ ആയിരുന്നോ ബെറ്റർ? നമ്മൾ കൊടുത്തതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ആർക്കെങ്കിലും? മൊത്തത്തില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വോയിസ് ആണ് കമന്റ് ചെയ്തത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ഓക്കെ, സ്ഥലത്തിന്റെ മാത്രം ഒരു ചെറിയ എടവനക്കാടുന്ന് ഉള്ള രീതിയിൽ ആ ഒരു ഇത് മാത്രം വ്യത്യാസം വന്നുള്ളൂ. എടപ്പള്ളിന്ന് മാത്രം വന്നുള്ളൂ. ബാക്കിയൊക്കെ കറക്റ്റ് ആയിരുന്നു. നൈസ്. ഓക്കെ, ഫസ്റ്റ് താങ്ക് യു. കൊടുത്തിരുന്നപ്പോ അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വരില്ലായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. യെസ്. ഓക്കെ. ഓക്കെ, യെസ്, നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. യെസ്, ഞാൻ ഇന്നലെയാണ് ഫസ്റ്റ് ടാസ്ക് ചെയ്തത്. ഓക്കെ, യെസ്, ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ഇപ്പം യെസ്, ഇന്നത്തെ ക്ലാസ് റെക്കോർഡ്സ് ഉണ്ടാവും. ഓക്കെ, യെസ്. പുതിയൊരു അപ്ഡേറ്റ് വന്ന് കണ്ടല്ലോ. എന്താ പുതിയ അപ്ഡേറ്റ്സ് കണ്ടിട്ടുള്ളത്? എന്താ പുതിയ അപ്ഡേറ്റ്സ് കണ്ടത്? നൂറ ഒന്ന് അപ്ഡേറ്റ് ചെയ്യോ? എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യോ? യെസ്, ഡീപ്പ് റിസർച്ച്. യെസ്, ഡീപ്പ് റിസർച്ച് ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരിലേക്കും അവൈലബിൾ ആയത് ഫ്രീ വേർഷനിലും ഐ തിങ്ക് ആക്സസ് കിട്ടുന്നുണ്ടാവും അല്ലേ? ഇന്നലെ യെസ്, ഇല്ലേനി, ഇന്ന് വന്നതാണ്. ഓക്കെ. ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാനിപ്പാ കണ്ട. ഓ, ഓക്കെ. ഇപ്പോഴാണ് ഓണാക്കി നോക്കിയത്? ടാസ്ക് ചെയ്തിട്ടില്ലായിരുന്നോ? ആ, അത് എനിക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് നോക്കിയിട്ടില്ല. ഓക്കെ, 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 ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആയിരുന്നോ? പ്രോംപ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ? അതിലൊരു എക്സാമ്പിൾ ഇല്ലേനെ PDF-ല്, ആ, അത് നോക്കിയിട്ട് ചെയ്ത. ഓക്കെ. ക്ലിയർ ആണോ? എന്നിട്ട് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ? കുറെ മാറ്റങ്ങളുണ്ട് ഓരോന്നില്. ആ, ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല, പക്ഷെ ഹെഡിങ് എല്ലാം വന്നിട്ട് കുറെ എന്തെല്ലോ കണ്ടിക്ക്. ഓക്കെ, യെസ്, നൈസ്. റിസാൻ എങ്ങനെ ഉണ്ടായിരുന്നു? റിസാൻ നാസിർ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? ശരിയായിരുന്നു. എങ്ങനെയുണ്ട്? ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. ബട്ട് ഞാനിത് ഓൾറെഡി ലൈക്ക് ഈ ടൈപ്പ് സാധനം ചെയ്തിരുന്നു. ബട്ട് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടല്ല പ്രോംപ്റ്റ് കൊടുത്തത്. പക്ഷെ എന്നാലും എനിക്ക് ഈ ഒരു അത് രണ്ടും സെയിം പോലെ ഫീൽ ചെയ്ത്. എന്താണെന്നറിയില്ല. ഓക്കെ, ഓക്കെ. ഒരു ഒന്നുകൂടി സെയിം ബാക്കി കാര്യങ്ങൾ പോലെ. യെസ് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ച് ഉണ്ടാകും മാറ്റങ്ങൾ വരുന്നുണ്ടാവും. ഓക്കെ, ബാക്കിയുള്ളവരോ? ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സോ ഞാൻ എന്തായാലും അടുത്ത ടോപ്പിക്കിലേക്ക് പോട്ടെ. ഞാൻ ഇനി അധികം ഡിലേ ആക്കുന്നില്ല. ഓക്കെ, Sure. സ്ക്രീൻ വിസിബിൾ ആണല്ലോ? ഓക്കെ, ഓഡിബിൾ അല്ലേ? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, യെസ്. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രോംപ്റ്റിങ്ങിന്റെ ബേസിക് മുതലുള്ള കാര്യങ്ങളായിരുന്നു. എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടതും ഏത് രീതിയിലായിരിക്കണം നമ്മൾ പോവേണ്ടതും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ടായിരുന്നു. ആ 6 സ്റ്റെപ്പുകൾ നമ്മൾ എന്താക്കി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കറക്റ്റ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അത് വെച്ചിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തു. പലർക്കും മാറ്റങ്ങളും ഫീൽ ചെയ്യാൻ ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ എന്താക്കാം, ഞാനിവിടെ ഒരു ജസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ എന്താക്കാം, ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താക്കാം, നമുക്ക് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ യെസ്, ഞാൻ ഇവിടെ എന്താക്കാം, റൈറ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ഫോർ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ച് എന്നുള്ള രീതിയിൽ എന്താക്കാം, നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന ഒരു പ്രോംപ്റ്റ് എന്താക്കി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ ഞാൻ എന്താക്കുക, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൂടി എന്താക്കാൻ വേണ്ടി പോവാണ്,
കൊടുക്കാൻ വേണ്ടി പോവാണ്. സോ എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്യുന്നത് എന്താക്കാം നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റർ കൊടുത്തു. രണ്ട് സ്ഥലത്ത് ഞാൻ എന്താക്കി, എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്താക്കി പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ്, അതായത് ഞാൻ ചോദ്യം ചോദിച്ചത് എന്താക്കി, എനിക്ക് ഞാൻ പറഞ്ഞ ഒരു പുതിയ മാർക്കറ്റിംഗ് ഇമെയിലാണ് എനിക്ക് വേണ്ടത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുള്ളത്. സോ ഓൾ റൈറ്റ് ബോസ്. സോ ഒരു കില്ലർ എന്നൊക്കെ പറയുന്നത് എന്താക്കി ഇവിടെ തന്നിട്ടുണ്ട്. കുറേ സെഷൻസ് ആയിട്ട് എന്താണ് സബ്ജക്റ്റ് ലൈൻസ്, ഒപ്പീനിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇമെയിൽ ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു ക്ലിയർ കട്ട് ആയിട്ട് അല്ല എന്താക്കിയിട്ടുള്ളത്, ഇവിടെ എനിക്ക് റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതേ സ്ഥലത്ത് എന്താക്കി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തൊക്കെ രീതിയിലാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, ഇമെയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് എന്താക്കി, സോ ഇവിടെ എന്താക്കി ഒരു പ്രൊഫഷണൽ രീതിയിൽ എനിക്ക് എന്താക്കിയിട്ടുണ്ട്, ഇവിടെ റെസ്പോൺസ് തന്നിട്ടുണ്ട്. അതും ഷോർട്ടായിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, കറക്റ്റ് കോൾ ടു ആക്ഷൻസും എക്സ്പീരിയൻസ് ദ ഗ്ലോ ടുഡേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കറക്റ്റ് ക്ലിയർ കട്ട് സാധനം എന്താക്കിയിട്ടുണ്ട്, ഇവിടെ റെസ്പോൺസ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഈ രീതിയിലുള്ള ഈ മെസ്സേജ് കണ്ടാലാണോ അല്ലെങ്കിൽ ഈ മെസ്സേജ് കണ്ടാലാണോ നമ്മൾ വായിച്ചു നോക്കുന്നുണ്ടാവുക, ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും AI ആണ് എന്നുള്ളത്. സോ ഇവിടേക്ക് വരുമ്പം ഇതിൻ്റെ വേർഡ്സും കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. സോ ഈ ഇമോജി ജസ്റ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ എന്താക്കി നമുക്ക് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇൻട്രൊഡ്യൂസിങ് യെസ്, സോ പേര് കൊടുത്തിട്ടുണ്ട്. വേഴ്സ് ദ നാച്ചുറൽ ഫാസ്റ്റ് ഫൈനസ് ദ മീറ്റിംഗ് ക്യൂരിസിറ്റി ഇൻ ബ്യൂട്ടി ആൻഡ് ദ ക്രാഫ്റ്റിംഗ് ദ വുമൻസ് ടു കെയർ അബൌട്ട് ദി സ്കിൻ എന്നൊക്കെ പറഞ്ഞ് എന്താക്കിയിട്ടുണ്ട്. കറക്റ്റ് ക്ലിയർ ആയിട്ടാണ് എന്താക്കിയിട്ടുള്ളത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കോണ്ടന്റ് ക്ലിയർ അല്ലേ? ഓർ അല്ലെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ എന്താ ഉള്ളത്, വി ആർ ത്രിൽ ടു അനൗൺസിങ് അവർ പ്രോഡക്റ്റ് ഡിസൈൻ ടു സോൾവിങ് ദ ബിഗസ്റ്റ് പ്രോബ്ലം പ്ലെയിൻ ഓഫ് ദിയർ ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ മന്ത് ഓഫ് ഇന്നോവേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ഫൈൻ ട്യൂണിങ് വി ആർ പ്രൗഡ് ടു ബ്രിങ് യു എസ് എൻ എ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞതാണ്. അതൊരു ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു രീതിയിലുള്ള കോണ്ടന്റിലാണ് എന്താക്കിയിട്ടുള്ളത് ഇവിടെ ഫസ്റ്റിൽ എനിക്ക് റെസ്പോൺസ് തന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? സോ അതേപോലെ തന്നെ നിങ്ങൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന ടൈമിന് ഒരിക്കലും എന്താക്കരുത്, ഫസ്റ്റ് കിട്ടിയിട്ടുള്ള റെസ്പോൺസുമായിട്ട് എടുത്തു പോവാതെ, സോ മേക്ക് ഇറ്റ് മോർ പ്രൊഫഷണൽ. നമുക്ക് എന്താക്കാം, ഫസ്റ്റ് കിട്ടുന്ന ആൻസർ എടുത്ത് പോവാതെ തന്നെ അതിലെന്താക്കുക, ചെയിൻ ഓഫ് തോട്ട് പ്രോംപ്റ്റ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താക്കാം, ഒന്നോ രണ്ടോ അധികം ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അന്ന് എന്താക്കുക ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തിട്ട് എടുക്കണം നമ്മൾ എന്താക്കേണ്ടത്, റിസൾട്ട് എടുക്കേണ്ടത്. അതായത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആൻസർ എടുത്ത് പോവാതെ എന്താക്കുക ഒന്നുകൂടി അതിനെ ഷോർട്ട് ആക്കാനോ അല്ലെങ്കിൽ ചേഞ്ച് ഇമോജസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി മേക്ക് ഇറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താക്കുക അവിടെ ഒന്നുകൂടി കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്താക്കേണ്ടത് ഇവിടെ ഇതിന്റെ റിസൾട്ട് എടുക്കാൻ പാടുള്ളൂ. അതായത് ഫസ്റ്റ് തരുന്ന റെസ്പോൺസ് പറഞ്ഞാൽ ഒരു കോമൺ സാധനമായിരിക്കും. ഞാൻ അതിലേക്ക് എന്താക്കാം, നമുക്ക് ഡൗട്ട്സുകൾ ചോദിക്കാം, അതിൽ അപ്ഡേറ്റ്സുകൾ എടുക്കാം. ഇനിയിപ്പോൾ ഇനി എന്താക്കണം, എനിക്ക് ഇതിന് വേണം എന്താക്കാം ഇൻ 300 വേർഡ്സ് എന്നാക്കണമെന്നുണ്ടെങ്കിൽ, സോ ഞാൻ എന്താക്കാം 300 വേർഡ്സും കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കി തരും, ഇതെനിക്ക് ഇനി 300 വേർഡ്സിലേക്ക് അത് പോളിഷ് ചെയ്ത് മാറ്റിയിട്ട് തരുന്നുണ്ടാവും. സോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താക്കണം, ഒന്നുകൂടി ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചായിരിക്കണം എന്താക്കേണ്ടത് നമ്മൾ ഓരോ അപ്ഡേറ്റ്സും എടുക്കേണ്ടത്. സോ ഫസ്റ്റ് കിട്ടുന്ന റെസ്പോൺസ് ഇട്ട് പോവാതെ കുറച്ചുകൂടി അപ്ഡേറ്റ്സുകൾ എടുത്തിട്ടായിരിക്കണം എന്താക്കേണ്ടത് നമ്മൾ. 1 മിനിറ്റ്. ക്ലാസ്സിലായോ? ഓക്കെ, സോറി. സോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്താക്കരുത്, ഒരിക്കലും ഫസ്റ്റ് കിട്ടുന്ന റെസ്പോൺസുമായിട്ട് നമ്മൾ പോവാതെ അവിടേക്ക് ഓരോ അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ഒന്നുകൂടി അടിപൊളിയായിട്ടുള്ള റെസ്പോൺസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവാം. സോ ഇവിടേക്ക് ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുത്തുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും എന്താക്കേണ്ടത് പോകേണ്ടത്. ഇനി ചാറ്റ്ജിപിറ്റിയോട് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇതിന് പറ്റിയൊരു ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻഡ് ആഡ് കോപ്പി ഫോർ ദിസ്. നമുക്ക് എന്താക്കാം പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനും ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്താക്കാം ഈ സാധനത്തിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
സോ എന്താക്കി കോണ്ടൻസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിനുശേഷം എന്താക്കി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ അതെന്താക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ്. സോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. സോ അത് വരുമ്പോഴത്തേക്ക് എന്താക്കാം, ഞാൻ അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എന്താക്കാം, ആൻഡ് ഞാനിപ്പോൾ സാധനത്തിന് ഒന്നൊരു ഡീറ്റെയിൽസ് സാധനങ്ങൾ എന്താക്കാം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് ആ രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഞാൻ അതല്ല, എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ എന്താക്കുക, ഇനിയിപ്പം എൻ്റെ കയ്യിൽ എനിക്കൊരു PDF ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇതെനിക്ക് വന്നിട്ടുള്ള മെയിലാണ്. സോ ഞാൻ എന്താക്കി, എനിക്ക് വന്നിട്ടുള്ള മെയിൽ ഉണ്ടായിരുന്നു. സോ ഞാൻ ഈ മെയിൽ കൊടുത്തിട്ട് എന്താക്കി, ഞാൻ അതിനൊരു 10 ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് മാറ്റി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതേപോലെ തന്നെ എനിക്ക് സ്റ്റാർട്ട് മിഷൻ എന്ന് വന്ന ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഇൻവിറ്റേഷൻ സാധനമായിരുന്നു. ഞാൻ എന്താക്കാണ് അതും എടുക്കുക. അതൊരു 10 പേജിലാണ്. ഒന്നുകൂടിയും കൂടുതൽ കാര്യങ്ങൾ എന്താക്കും ഇതിൽ ഉണ്ടാവും. ഓക്കെ, ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്താക്കി, നേരത്തെ ഒരു മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മെയിലിന് അയക്കാൻ വേണ്ടിയിട്ട് എന്താക്കി, ഒരു പോസ്റ്റർ മാരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചു. ചാറ്റ് GPT കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു. സോ ഇവിടുത്തെ പോസ്റ്റർ എങ്ങനെയുണ്ട്, ഗ്ലോ വിത്ത് ദ പേർപ്പസ് ഷൈനിങ് കോൺഫിഡൻസ്. സോ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ, ഷോപ്പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കി ആ ഒരു അടിപൊളി പോസ്റ്റർ ആക്കി സാധനം ക്രിയേറ്റ് ചെയ്ത് തന്നോ. ഇനി നല്ലൊരു മെയിലിംഗ് ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നല്ല അടിപൊളിയാക്കി മെയിൽ ചെയ്ത് എന്താക്കി നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഞാൻ ഇതിൻ്റെ കളർ തീം കാര്യങ്ങളൊക്കെ കണ്ടോ, ആ കറക്റ്റ് കളർ തീം മൊത്തത്തിൽ എന്താക്കിയിട്ടുണ്ട്. സോ വെറുതെ ഗ്ലോയിങ് സിനിരുന്ന് പറഞ്ഞ അതിന് പേരൊക്കെ കൊടുത്ത് അതെന്താക്കിയിട്ടുണ്ട്, ബെറ്റർ ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അതൊരു ഡിസൈനർ എടുക്കേണ്ട വാക്ക് കൂടി എന്താക്കിയിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റിങ്ങിലൂടെ തന്നെ നമുക്ക് കിട്ടി കഴിഞ്ഞു. സോ ഈ മെയിൽ കൊടുക്കുമ്പോൾ അതിന് മനസ്സിലായിട്ടുണ്ട് ഏത് രീതിയിലേക്കാണ് പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്. സോ ഞാനൊരു പോസ്റ്റർ കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് എന്താക്കി ആഡ് കോപ്പി തന്നു. സോ ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വേണ്ടിയിട്ട് എന്താക്കി തന്നിട്ടുണ്ട്. ഇനി എനിക്ക് വേണം എന്താക്കാം, ഇതിലേക്ക് ഞാനൊരു ലോഗോ അയച്ചു കൊടുത്തിട്ട്, സോ ആ ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കും, ലോഗോ ചാറ്റ് GPT എന്താക്കി ഉണ്ടാവും, ആഡ് ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾ കാണിക്കാം. ഞാൻ എന്താക്കി, അതിൻ്റെ കളർ തീം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താക്കി, മറ്റ് ഇതിൽ ഞാൻ എന്താക്കി, എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു 10 പേജുള്ള PDF ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള ആ ഒരു 10 പേജ് ഉണ്ട്. സോ അത് എനിക്ക് മൊത്തം വായിച്ചു നോക്കൽ എന്താണ് ബുദ്ധിമുട്ടാണ്, അല്ലെ അത്രയും ടൈമില്ല വിചാരിക്കാം. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്താക്കിയത് 10 പോയിന്റ്സ് ആയിട്ട് തരാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ കണ്ടോ, സോ പ്രോഗ്രാം ഇൻവിറ്റേഷൻസ് ആണ്. സോ സ്റ്റാർട്ട് മിഷൻ്റെ പ്രോഗ്രാമിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ഒബ്ജക്റ്റീവ് സാധനങ്ങളൊക്കെ ഇതാണ്. ഫോക്കസിങ് ഏരിയ എന്ന് പറയുന്നത് ഇന്നോവേഷൻ സസ്റ്റൈനബിലിറ്റി കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് സപ്പോർട്ടിങ് പ്രൊവൈഡ്സ്, സോ എന്താ ഫണ്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെതാണ്. ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്, ഏർലി സ്റ്റേജ് ഓൺടർപ്രണേഴ്സിനാണ്. സോ ഇംപ്ലിമെൻറ്റേഷൻ റോള്, ഫണ്ടിങ്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇത് വായിച്ചാൽ തന്നെ എന്താക്കും, എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണോ അല്ലേ എന്നുള്ളത് എന്താക്കും മനസ്സിലാക്കുന്നുണ്ടാവും. സോ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, സോ തന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. ഡിസൈഡിങ് വിച്ച് പ്രോഗ്രാം യു വാണ്ട് ടു അപ്ലൈങ് ഫോർ.
സോ അടുത്ത എനിക്ക് എന്താണ് ഇനി പ്രോഗ്രാംസ് കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ പ്രിപ്പയറിംഗ് റെക്കോർഡിംഗ് ഡോക്യുമെന്റ്സ്, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ വേണം, ഇന്റർണൽ പ്രിപ്പറേഷൻസ് ഈ സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. സോ എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് എൻ്റെ നോട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഡാറ്റാസും എന്താണ് ChatGPTക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താക്കാം, ആ ക്വസ്റ്റ്യൻ നേരെ ഇവിടെ ബേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താക്കുക ChatGPTയോട് പറയാം ബേസ്ഡ് ഓൺ മൈ ഡാറ്റ അല്ലെങ്കിൽ എന്നെ കുറിച്ച് അറിയുന്ന ഡാറ്റ വെച്ചിട്ട് എനിക്ക് എന്താക്കുക ഇത് ഫില്ലപ്പ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതും എന്താക്കി തരുന്നുണ്ടാവും, ChatGPT തന്നെ നമുക്ക് റെസ്പോണ്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന പോസ്റ്റർ എന്താക്കി, അവിടേക്ക് ഞാൻ നോട്ടൈൻ്റെ ലോഗോ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സോ ആ കളർ തീമിലേക്ക് വേണ്ടി മാറ്റാൻ വേണ്ടി പറഞ്ഞപ്പം നോട്ടൈൻ്റെ ലോഗോ ഇവിടെ ആഡ് ചെയ്തു. ഞാൻ ആ കളർ തീമിലേക്ക് എന്താക്കിയിട്ടുണ്ട്, ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ആയിട്ട് എനിക്ക് എന്താക്കാം, ഇവിടെ തന്നെ എഡിറ്റ്സ് കാര്യങ്ങൾ ലൈക്ക് ഇവിടെ കൊടുത്തിട്ട് എന്താക്കുക, സോ വേറെ എന്തെങ്കിലും റൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ എന്തെങ്കിലും എഡിറ്റ്സോ കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അതിനും എന്താക്കാൻ വേണ്ടി പറ്റും, എനിക്കിവിടെ ചേഞ്ചസ് കാര്യങ്ങൾ ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഞാൻ അതേപോലെ തന്നെ ഞാനിപ്പോൾ എന്താക്കി, ഈ കാര്യം ക്ലിയർ ആണോ? ഇവിടെ ഡിസൈൻ ചെയ്തതും മെയിൽ ക്രിയേറ്റ് ചെയ്തതും ഈ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഞാൻ രണ്ടുകൂടി മിക്സ് ആക്കിയിട്ട് പറയുന്നില്ല. ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ? എനിവൺ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ക്ലിയർ ആണ്. ഓക്കെ, യെസ്. സോ ഞാൻ ഇനി ഇവിടേക്ക് തന്നെ വരാം. ഇവിടേക്ക് എനിക്ക് എന്താക്കിയിട്ടുണ്ട്, സോ എൻ്റെ സ്റ്റെപ്സ് സാധനങ്ങളൊക്കെ എന്താണോ വേണ്ടത് എന്താക്കിയിട്ടുണ്ട്, അത് തന്നിട്ടുണ്ട്. എനിക്ക് ഇനി ഇത് വേണം എന്താക്കണം, ഞാൻ ഇനി ഇതൊന്ന് പറയാൻ വേണ്ടി പോവാണ്. മേക്ക് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ എന്താക്കി അതൊന്ന് ടേബിൾ ഫോർമാറ്റിലേക്ക് തരാൻ വേണ്ടി പറയാം. ആസ്പെക്ട്സ്, സോ എന്താക്കി അത് ടേബിൾ ഫോർമാറ്റിൽ ആക്കി തരാൻ വേണ്ടി പറഞ്ഞപ്പം ഒന്നുകൂടി ബെറ്റർ രീതിയിലേക്ക് എനിക്ക് എന്താക്കി മനസ്സിലായ രൂപത്തിലേക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇത് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയാണ്. എനിക്ക് വേണം എന്താക്കുക, ഈ സാധനങ്ങൾ എനിക്ക് എന്താക്കുക ഇനി ഡൗൺലോഡ് ചെയ്തെടുത്ത് അങ്ങനെയും യൂസ് ചെയ്യാം. ഞാൻ അതെന്താക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ യെസ്, ഞാൻ PDF-ലാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതെന്താക്കും, എനിക്ക് PDF-ലേക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു എറർ വന്നിട്ടുണ്ട് കോഡിൽ, അതുകൊണ്ടാണ് റെഡ് മാർക്ക് വന്നിട്ടുള്ളത്. യെസ്, ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടേബിൾ എന്താക്കി, എനിക്ക് PDF ഫോർമാറ്റിലേക്ക് ഡയറക്റ്റ്ലി എന്താക്കി അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് തന്നു. സോ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, ഇത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. എനിക്ക് ഇതിനി ഷോർട്ട് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ടേബിൾ എന്താക്കി, ഞാൻ ജസ്റ്റ് ടേബിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇനി അലൈൻ ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കും, അത് അലൈൻ ചെയ്ത് റിപ്പോർട്ട് ഫോർമാറ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ഫോർമാറ്റിലേക്ക് മാറ്റി തരും. ഇനി അതിന് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് എന്താക്കി തരും, ഇത് ചെയ്ത് തരുന്നുണ്ടാവും. അങ്ങനെ നമുക്ക് വേണ്ടി എന്താണോ ആവശ്യം ആ രീതിയിൽ നമ്മൾ എന്താക്കുക കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലേക്ക് എന്താക്കുക ഇതിനെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, യെസ്. സോ എനിക്ക് ഇത് വേണം എന്താക്കുക, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ഇന്ന് എക്സൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താക്കും എക്സൽ ഫോർമാറ്റിലേക്കും ഡൗൺലോഡ് ചെയ്ത് അയച്ച് തരുന്നുണ്ടാവും. ഞാൻ ആ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡാറ്റ എനിക്ക് എന്താക്കുക എക്സൽ ഫോർമാറ്റിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും.
ഓക്കെ, യെസ്. സോ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്താക്കി? ഇവിടെ എക്സൽ ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് വന്നു. ഓക്കെ, അത് ബോൾഡ് ആക്കിയും നമ്മൾ വേണ്ടി പറഞ്ഞ സാധനങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഇനി വേണം എന്താക്കുക, എനിക്കിത് ഗൂഗിൾ ഷീറ്റിലേക്ക് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്താക്കാൻ പോവാണ്, ലൈക്ക് അല്ലെങ്കിൽ ഇത് എനിക്ക് വേണമെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ ഇട്ടിട്ട് വേണമെങ്കിൽ എന്താക്കുക, ഗൂഗിൾ ഷീറ്റിലും വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടേക്ക് ഇട്ടിട്ട് ഇതിനെന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കളേഴ്സ് കൊടുക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്താക്കുക, ആ രീതിയിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ ഇനി അടുത്ത എന്ത് വർക്ക്, നിങ്ങൾ ചെയ്യുന്ന വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്ത് സാധനമാണ് ലൈവായിട്ട് കാണിക്കേണ്ടിയുള്ളത്? ഇപ്പം നിങ്ങൾ സ്റ്റുഡൻസ് ആണെന്ന് നിങ്ങൾക്ക് എന്താക്കാം, നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താക്കാം, ലൈക്ക് ഇപ്പം ഒരു അസൈൻമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, ആക്റ്റീവ് ORനെ സ്റ്റുഡൻറ്റ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, എന്നിട്ട് നിങ്ങളുടെ ഏതാണോ സെമ്മ് ഇത് വരുന്നത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ അത് പറഞ്ഞെടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ അല്ലെങ്കിൽ കേരള സിലബസ് സംതിങ് ഏതാണോ അതെന്താക്കാം പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റ് കൊടുക്കുക, BA അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ്. സോ ഞാൻ എന്താണ് എൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ ഞാൻ എന്താണെന്നുള്ളത് ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ആക്ച്വൽ സ്റ്റുഡൻറ്റ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BA അഡ്വർടൈസിങ് സെയിൽസ് മാനേജ്മെൻറ്റിലെ സ്റ്റുഡൻ്റ് ആണ് ഞാൻ എന്താക്കി പറഞ്ഞു. സോ need to prepare or generate a assignment on the topic എന്താ കൊടുക്കുക, 7 piece in marketing in എനിക്ക് സെമിനാർ ഞാൻ എന്താ പറഞ്ഞ അസൈൻമെൻ്റ് ആണ് 10 page with introduction and other all important areas and conclusion within the 10 page അത് കൊടുത്തു. and all the important areas need with examples അല്ലെങ്കിൽ with real world relatable examples കൊടുക്കാം. live scenarios and using degree students understanding language, make it professionally, and I want to submit this assignment to my college professors. സോ എൻ്റെ പ്രോംപ്റ്റിൽ ക്ലിയർ അല്ലേ? ഇനി എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ? ഞാനിവിടെ 10 പേജ് എന്നാണ് പറഞ്ഞത്. ആ 10 പേജ് തന്നെ എനിക്ക് വേണം എന്താക്കാം,
ഇൻട്രൊഡക്ഷൻ എത്ര വേർഡ്സ് വേണമെന്നുള്ളത് എന്താക്കാം എനിക്ക് വേണേൽ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ടോട്ടലി എനിക്ക് എന്താക്കാം, സോ ടോട്ടലി ഒരു 1500 വേർഡ്സ് മതി എന്നുണ്ടാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ എന്താക്കാണ് സബ്മിറ്റ് ചെയ്യാണ്. സോ എവിടെയെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, നോ പ്രോബ്ലം. ഓക്കെ, ഓക്കെ, യെസ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താക്കിയിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്താക്കി, ഹിയർ ഇസ് ദ അസൈൻമെന്റ് തന്നിട്ടുണ്ട്. ടോപ്പിക് 7 പീസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ കിട്ടലുണ്ട്, അക്കൗണ്ടിങ് കറക്റ്റ് കിട്ടുന്നില്ല, അതെന്താ? ഓക്കെ, അക്കൗണ്ടിങ് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഷെയർ ചെയ്യോ? 7 പീസ് ഓഫ് മാർക്കറ്റിംഗ്, യെസ്. നെയിം, റോൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. സോ ആ കാര്യങ്ങൾ എന്താക്കി സബ്മിറ്റ് ഇട്ടു, ആ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്നെ ഇവിടെ എന്താക്കി അടുത്ത പാർട്ടാക്കി ഇൻട്രൊഡക്ഷൻ ഇവിടെ തന്നു. മാർക്കറ്റിംഗ് ഈസ് എൻ എവരിവർ അബൌട്ടിങ് അസ്, സോ ഫ്രം ദി ആഡ്സ് വി സ്ക്രോൾ ഇൻ ദ പാസ്റ്റ് ഇൻസ്റ്റഗ്രാം ടു ബിൽ ബോർഡ്സിങ് ഓൺ ദി ഹൈവേ എന്നൊക്കെ പറഞ്ഞതാക്കി അത് ക്ലിയർ കട്ട് ചെയ്ത് തന്നു. സോ വാട്ട് ഈസ് ദ മാർക്കറ്റിംഗ് മിക്സ്? സോ 7 പീസ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മിക്സ് ആണ്. അതെന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്, അതാണ് 7 പീസ് വരുന്നത്. അവിടെ തന്നു, കൺക്ലൂഷൻ തന്നു, റെഫറൻസ് തന്നു. സോ ഇത് എത്ര വേർഡ്സിലാണ് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഞാനിവിടെ വേണമെങ്കിൽ എന്താക്കാൻ പോവാണ്, ജസ്റ്റ് അത് 1500 വേർഡ്സ് എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്യാം. ഓക്കെ, യെസ്, ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നുകൂടി അത്, യെസ്, ഓക്കെ. സോ അതെന്താണ് മനസ്സിലായെന്നുള്ളത് നമുക്ക് എന്താക്കി ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സോ 7 പീസ് ഓഫ് മാർക്കറ്റിംഗ്, എ സ്ട്രാറ്റജിക് അപ്രോച്ച് ടു ബിസിനസ് സക്സസ്. Introduction, and evolution of marketing mix. The 7 P's explain with the examples. So പ്രൊഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ സാധനങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയൽ ടൈം സാധനങ്ങൾ വെച്ചിട്ട് ആപ്പിൾ ഐഫോൺ ഇസ് നോട്ട് എൻ എ മൊബൈൽ, ഇറ്റ്സ് ഇൻ എ സിമ്പിൾ ഓഫ് ഇന്നോവേഷൻ, ക്വാളിറ്റി ആൻഡ് പ്രീമിയം എക്സ്പീരിയൻസ്. സോ എന്നൊക്കെ പറഞ്ഞ് എന്താക്കി അത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. പ്രൈസ്, പ്രൊമോഷൻ സാധനങ്ങളൊക്കെ എന്താക്കി കറക്റ്റായിട്ട് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. സോ കൺക്ലൂഷൻസും റെഫറൻസും സാധനങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സോ ഞാനിത് എനിക്ക് എന്താക്കി ഇവിടുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താക്കി, ഒരു അസൈൻമെന്റ് വേണ്ട കാര്യങ്ങൾ എന്താക്കി ക്രിയേറ്റ് ചെയ്തു തന്നു. ഞാൻ പറയാണ്, make it the important areas in the bullet points to take the seminar. ഞാനൊരു അസൈൻമെന്റ് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്താക്കേണ്ടി വരും, എനിക്ക് അതിനെക്കുറിച്ച് സെമിനാർ എടുക്കേണ്ടി വരും. സോ സെമിനാർ എടുക്കുന്ന ടൈമിൽ ഒരുപക്ഷെ നമ്മളിത് ഫുള്ള് വായിച്ച് നോക്കിയില്ലാണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുന്നുണ്ടാവില്ല, ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. സോ ഞാൻ അതിനെന്താക്കി സെമിനാർ രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി തരാൻ വേണ്ടി പറഞ്ഞു. സോ ബുള്ളറ്റ് പോയിന്റ്സ് ആക്കി തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്താക്കി, അത് കറക്റ്റായിട്ട് എന്താക്കി ഓരോ കാര്യങ്ങളും ബുള്ളറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. സോ മേക്ക് ഇറ്റ് ഇൻ എ ടേബിൾ ഫോർമാറ്റ്. ഞാൻ ടേബിൾ ഫോർമാറ്റിലേക്ക് എന്താക്കാൻ പോവാണ്, ചെയ്തു തരാൻ വേണ്ടി പോകാൻ പറയാണ്. ആ സമയത്ത് എനിക്ക് എന്താക്കി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താക്കി എനിക്ക് ടേബിൾ ഫോർമാറ്റിലാക്കി തരും. സോ ആ സമയത്ത് എന്താക്കിയാൽ മതി, ജസ്റ്റ് എനിക്ക് അത് മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ ആ ഫുൾ കാര്യങ്ങളെക്കുറിച്ച് എന്താക്കി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? യെസ്, സെമിനാറിന് എനിക്ക് എന്താക്കി എടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുക. ഞാൻ ഈ സെമിനാർ എനിക്ക് എന്താക്കണം, സ്ലൈഡ് പ്രിപ്പയർ ചെയ്യണം. സോ ഇനി ഞാൻ എന്താക്കി ഓൾറെഡി കോണ്ടൻസ് പ്രിപ്പയർ ചെയ്തു, എനിക്ക് ഇനി സൈഡിലുള്ള കോണ്ടൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇനി നമുക്ക് വേണം എന്താക്കാം, യെസ്, നൈസ്, യു ആർ ഡൂയിങ് ഗ്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കാം. സോ ഐ നീഡ് നെക്സ്റ്റ് ടു പ്രിപ്പയർ മൈ സെമിനാർ slides to take the topic in 20 minutes into my classroom.
ആൻഡ് എനിക്ക് preparing 10 slides content with the topic professionally. ഓക്കെ, എനിക്ക് എന്താക്കിക്കൊണ്ടിരിക്കേണ്ടത്, സ്ലൈഡിലേക്കുള്ള കോണ്ടന്റ് ഇവിടെ എന്താക്കി തന്നിട്ടുണ്ട്. സോ യെസ്, പെർഫെക്റ്റ് ഫോർ 20 സ്ലൈഡ്സ്. അതിലുള്ള എന്താണ് കറക്റ്റ് കാര്യങ്ങൾ എന്താക്കിയിട്ടുണ്ട് എനിക്കിവിടെ തന്നിട്ടുണ്ട്. ഞാൻ അതിലിവിടെ പറയേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് സാധനങ്ങൾ എന്താക്കി ഓൾറെഡി മുകളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടേണ്ട ഷോർട്ട് പോയിന്റ്സും അതിൻ്റെ ഹെഡ്ലൈൻസും എനിക്ക് എന്താക്കി ഇവിടെ തന്നു. വിത്ത് എക്സാമ്പിൾ ആൻഡ് റിയൽ വേൾഡ് എക്സാമ്പിൾ എടുക്കാൻ എന്താക്കിയുള്ളത് തന്നിട്ടുള്ളത്. സോ ഇത് നേരെ എടുത്ത് എന്താക്കുക, ഏതെങ്കിലും ഒരു AI ടൂൾ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എന്താക്കുക നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ഓർ അതർവൈസ് നമുക്ക് പറയാം preparing detailed slides content. അതെന്താക്കി ഡീറ്റെയിൽ ആയിട്ട് തരാൻ വേണ്ടി പറഞ്ഞു. സോ ആ സമയത്ത് എന്താക്കിയിട്ടുണ്ട്, എനിക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും അത് ഡീറ്റെയിൽ ആയിട്ട് എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, സോ അവിടെ കൊണ്ട് ടേബിൾസും മറ്റു കാര്യങ്ങളൊക്കെ എന്താക്കുന്നുണ്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട്? യെസ്, ഓക്കെ, ക്ലിയർ ആണ്. യെസ്, ക്ലിയർ. ബാക്കിയുള്ളവരോ? ഞാൻ എന്താക്കാണ് അതിൻ്റെ ഓക്കെ, ഞാൻ എന്താക്കാൻ പറയാണ്, ഒന്ന് PPT ഫോർമാറ്റിലേക്ക് തരാൻ വേണ്ടി പറയാണ്. സോ അതെന്താക്കും വന്നപ്പം ആ സമയത്ത് എനിക്ക് PPT ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് തരും. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ആവശ്യമില്ല, മറ്റ് AI ടൂൾസുകളുണ്ട്. സോ അതിലേക്ക് നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, നമ്മളുടെ പ്രസൻറ്റേഷൻ നമുക്ക് എന്താക്കാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് എന്താക്കാം അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റേഷൻസിലേക്ക് മാറ്റേണ്ടതും ആ കാര്യങ്ങളൊക്കെ എന്താക്കുന്നുണ്ടാവും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഞാനിത് AI വെച്ചിട്ട് തന്നെ എന്താക്കിയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ തന്നെ ഡയറക്റ്റ്ലി എനിക്ക് എന്താക്കാം ഒരു ബേസിക് മോഡൽ എന്നുള്ള രീതിയിൽ എന്താക്കാം ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താക്കാം എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടോപ്പിക് കോണ്ടന്റ്സ് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതൊരു ബേസിക് മോഡലാണ്, പക്ഷേ നമുക്ക് എന്താക്കാം ഇതിൻ്റെ അടിപൊളി ഡിസൈൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും അടുത്ത സെഷൻസ് വരുമ്പോൾ ഞാൻ എടുക്കുന്നുണ്ടാവും. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു PDF എടുത്തിട്ട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാനോ സംതിങ് ആ ലൈക്ക് സാധനങ്ങളാണ്, റിസർച്ചിങ് സാധനങ്ങളാണെങ്കിൽ എന്താക്കാം PDF അങ്ങോട്ട് കൊടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്ത് തരാനും അത് ഷോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കാം നമുക്ക് ChatGPT പറയാം. എൻ്റെ അടുത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും ഇനി? സോ ഉണ്ടെങ്കിൽ ആസ്ക് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇതേപോലെ തന്നെ നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, നമ്മളുടെ സോഷ്യൽ മീഡിയാസ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എന്താക്കാം ഇതേപോലെ ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പം ഞാൻ ഒരു ലൈക്ക് ഡൗട്ട് ചോദിക്കട്ടെ? യെസ്,
ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇത് PPT തരാൻ പറഞ്ഞപ്പോ സ്ലൈഡ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നു. ഉം, PPT ഫോർമാറ്റിൽ തരാൻ പറഞ്ഞപ്പോ ഒരു ഡോക്യുമെന്റ് തന്നു. ഉം. പക്ഷെ അത് ഓപ്പൺ ആക്കാൻ നോക്കിയപ്പം എന്തോ ഫയൽ ഇത് നോട്ട് സപ്പോർട്ടഡ് എന്നാണ് കാണിച്ചത്. ഫോണിലായിരുന്നോ അതെന്തുകൊണ്ടായിരുന്നു? അല്ലെങ്കിൽ സിസ്റ്റത്തിലാണോ? സിസ്റ്റത്തിലായിരുന്നു. ഓക്കെ, ചിലപ്പം അതിനെന്തെങ്കിലും വേറെ പ്രോംപ്റ്റ്? ഒന്നുകൂടി ചിലപ്പം അതൊന്ന് കിട്ടാൻ, അല്ലെങ്കിൽ ഫ്രീ വേർഷൻ ആയിട്ടുള്ള ചെറിയ ഇതുണ്ടാവും, ഒന്ന് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മതി. അതപ്പോൾ ഒന്നുകൂടിയും ബെറ്റർ ആയിട്ട് കിട്ടും. ചിലപ്പോൾ ആ കോഡിൽ എറർ വരുമ്പോഴാണ് അങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ. യെസ്. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എനിവൺ? ക്ലിയർ ആണോ? ഞാൻ ഏതെങ്കിലും റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് എന്താക്കാം, ക്രിയേറ്റ് ചെയ്ത് തരാം. ആർക്കെങ്കിലും എനിവൺ? ഓക്കെ, സോ ഇനി നമുക്ക് എന്താക്കാം, ലൈക്ക് ഓക്കെ ആണ്. യെസ്. സോ ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് വരുമ്പം ഇനിയിപ്പോൾ നമുക്ക് വേണം എന്താക്കാം, ഇനിയൊരു കോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് എ ലാൻഡിംഗ് പേജ് വെബ്സൈറ്റ് ഫോർ നോട്ട് AI boot camp with ജസ്റ്റ് ഒരു ബേസിക് പ്രോംപ്റ്റാണ് കൊടുക്കാനുള്ളത്. എന്താക്കി ഒരു ക്രിയേറ്റ് ലാൻഡിംഗ് പേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം, ക്രിയേറ്റിംഗ് എ ലാൻഡിംഗ് പേജ്. യെസ്, ഞാൻ ആ ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയ പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താക്കിക്കൊണ്ടിരിക്കുകയാണ്, കോഡ് ഫോർമാറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിന് പ്രിവ്യൂ നോക്കാം. ഓക്കെ, ഓക്കെ, യെസ്. ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എന്താക്കി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പം പെയ്ഡ് വേർഷനിലല്ല ഇത്. യെസ്, ഇത് ഈ ഫോർമാറ്റ് പെയ്ഡ് ആണ്, അല്ലെങ്കിൽ ഫ്രീ വേർഷനിൽ നമുക്ക് എന്താണ് കോഡ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാം. ഞാനതിൽ ഒന്നുകൂടി കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് എങ്ങനെ എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. ആഡ് ദി ലോഗോ ആൻഡ് മേക്ക് ദ വെബ് പേജ് ദിസ്. എന്താക്കി ഒരു കളർ തീമിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലാൻഡിംഗ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റുകൾ കാണാറുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ലാൻഡിംഗ് പേജ് എന്നുള്ളത്. ഇതിപ്പോ പെയ്ഡ് ആണോ ഫ്രീ ആണോ? ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് ഓഫർ മിനി ഹൈ എന്നുള്ളത് പെയ്ഡ് വേർഷനിലാണ് ഞാനിപ്പം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നുള്ളത്. ഓക്കെ ഓക്കെ, ഇത് ഫ്രീയിൽ ചെയ്യാൻ പറ്റില്ല? യെസ്, ഫ്രീയിൽ നമുക്ക് കോഡുകൾ എടുക്കാൻ വേണ്ടി പറ്റും, ഫോറിൽ എടുക്കാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇതുപോലെ ലാൻഡിംഗ് പേജസ് നമുക്ക് ഫ്രീയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? യെസ്, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എന്താക്കുക, കോഡുകൾ എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എന്താക്കി ആ കളർ തീം ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പം അതിലേക്ക് എന്താക്കിയിട്ടുണ്ട്, ഇത് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ഇത് ഫ്രീ കോഡ് മാത്രമല്ലേ കിട്ടൂ, ഫ്രീയിൽ കോഡ് മാത്രമേ കിട്ടുന്നുണ്ടാവുക. നമുക്ക് എന്താക്കുക, ഒരു ബേസിക് കോഡിംഗ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കുക, ഇത് ഡിപ്ലോയ് ചെയ്യാനും വേണ്ടി പറ്റുന്നുണ്ടാവും. കോഡ് ടു കമ്പൈലറിന് അടിച്ചാൽ മതി. ഏതെങ്കിലും കോഡാണോ വേണ്ടി ആ കോഡ് ടു കമ്പൈലറിന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, അത് കാണാൻ വേണ്ടി പറ്റും.
സോ ഒരു ലാൻഡിംഗ് പേജ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും ടാസ്ക്കാണ് നമുക്ക് വരുന്നുണ്ടാവുക. അതെന്താക്കി ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പം ഞാൻ വേറൊരു സാധനം കൊടുക്കാം. ഞാനൊരു ട്രൈ ഔട്ട് ചെയ്യാണ്. ഞാൻ ഇതുവരെ വർക്കൗട്ട് ചെയ്യാത്തൊരു സാധനമാണ്. ഞാനിവിടെ ഒന്ന് ലൈവായിട്ട് ചെയ്ത് നോക്കാം. അത് വർക്കാവോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു ട്രൈ ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് എന്താക്കാം നോക്കാം. This is the right CRM. ഞാൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അതിൽ യെസ് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള ഒരു ഇത് കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. സോ കോർ ഫീച്ചേഴ്സ് എന്തൊക്കെ വേണ്ടതെന്നുള്ളതും ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ദ സിസ്റ്റം ഹൈ ലെവൽ അറ്റാച്ച്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സോ റിയാക്റ്റും നോഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഹൈ ലെവലിൽ പോകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഡാറ്റ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ക്വിക്ക് വിൻ സ്റ്റാർട്ടിങ് അപ്രോച്ചിങ് കോർ ഫീച്ചേഴ്സ്.
ഓക്കെ. അതിന്റെ ഡീറ്റെയിൽ സ്റ്റെപ്പിലേക്ക് പോകുമ്പം കുറച്ചുകൂടിയും എന്താ പറയാ ഡെപ്തിൽ പോകേണ്ട സാധനമാണ് ഞാൻ ആ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു CRM സിസ്റ്റത്തിന്റെ വരുന്ന പറയുമ്പം കുറെ API സിസ്റ്റംസ് ആയാലും കുറച്ച് എന്താ പറയുക അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് വരുന്നുള്ളതാണ്. അപ്പം അത്രയും അഡ്വാൻസ്ഡ് കൊടുത്തോണ്ടായിരിക്കാം അത്രയും ഇത് പറയുന്നുള്ളത്. നമുക്ക് വ്യൂ വരുന്നുണ്ടോ എന്ന് നോക്കി വെക്കാം. ഓക്കെ. ഞാൻ ആ കൊടുത്തത് വെച്ചിട്ട് ഒരു ബേസിക് സാധനമാണ് എങ്ങനെയാണ് UI വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ സാധനമാണ് എന്താക്കിയിട്ടുള്ളത്. ഇത് ക്രിയേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു CRM സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ബേസിക് സാധനം മാത്രമാണ് ഇപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഡെപ്ത് ആയിട്ട് ഇരുന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് അതിൻ്റെ ഒരു ഫുള്ളി ഫങ്ഷനിങ് സാധനം എന്താക്കാൻ വേണ്ടി പറ്റും. നമുക്ക് തിരെ ഒരു ലൈക്ക് എനിക്കും കൂടുതൽ കോഡിംഗ് നോളജ് ഇല്ല, പക്ഷേ ഒരു കോഡിംഗ് നോളജ് ഇല്ലാത്ത ഒരാൾക്കും എന്താക്കാൻ വേണ്ടി പറ്റും, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ വെബ് പേജ് ആയാലും അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് മിനിയേച്ചർ സാധനങ്ങളോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എന്താക്കാൻ വേണ്ടി പറ്റും, ChatGPT യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാട് ഡെവലപ്പേഴ്സിന്റെ ജോബ് AI കാരണം റീപ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളത്. സോ അതിനെന്താക്കാം, നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. ഞാൻ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എക്സൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു എക്സൽ ഷീറ്റ് മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നത് ChatGPT വെച്ചിട്ടാണ്. സോ എനിക്ക് ഇവിടെ ഓരോ ഫങ്ഷൻസ് സാധനങ്ങളൊക്കെ മാറ്റാണ്ട് എന്താക്കാം, ChatGPTയിൽ ഇവിടെ എക്സൽ ഗൂഗിൾ ഷീറ്റിൽ നമുക്കിവിടെ ആപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ആപ്പ് സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, നമുക്കിവിടെ കോഡ് വെച്ചിട്ട് എന്താക്കാൻ വേണ്ടി പറ്റും, ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഗൂഗിൾ ഷീറ്റിൽ നമുക്ക് എന്താക്കാം, കോഡ് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാം. സോ ആ കോഡ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്താക്കാം, ChatGPT പോയിട്ട് ChatGPTയോട് പറയാം, സോ ഈ ഒരു പേജ് എനിക്ക് എന്താക്കണം, കസ്റ്റമൈസ് ചെയ്യണം, അതിനുള്ള കോഡ് ചെയ്തുതരാൻ വേണ്ടിയിട്ട്. വെബ്സൈറ്റ് ഫുള്ളി വേർഡ്പ്രസ് ChatGPT ഉപയോഗിച്ച് ബിൽഡ് ചെയ്തിട്ടുണ്ട്. യെസ്, നൈസ്. സോ അതേപോലെ എന്താക്കുക, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നമുക്ക് എന്താക്കാം, ഈ ഒരു സാധനത്തിൻ്റെ നേരെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ റീഡിസൈൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇത് 2 പേജ് ഞാൻ അങ്ങനെ എന്താക്കിയിട്ടുള്ളതാണ്, ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ബാക്കി വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ജസ്റ്റ് എന്താക്കിയാൽ മതി, എനിക്ക് ഏത് ഫോർമാറ്റിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കുക, ChatGPT യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ജസ്റ്റ് മിനിറ്റ്. യെസ്. പ്ലസ് യെസ്, ഡിസൈൻ ചെയ്യാൻ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കാം. ഓക്കെ. ഓക്കെ, ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഇപ്പോഴുള്ള കറണ്ട് പേജ് എന്ന് പറയുന്നത് കോസ്റ്റ് പേജിൻ്റെ ഈ ഒരു ഫോർമാറ്റിലാണുള്ളത്. നമുക്ക് അതിനെന്താക്കാം, ഒന്നുകൂടി ഒന്ന് റീഡിസൈൻ ചെയ്ത് നോക്കാം. ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് എന്താക്കിയിട്ടുണ്ട്, കുറച്ചൊന്ന് എന്താ പറയുക ഹാർഡിലേക്ക് പോയിട്ടുണ്ട് സെർവർ. ഓക്കെ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഞാനിവിടെ എന്താക്കിയിട്ടുണ്ട്, ആപ്പ് സ്ക്രിപ്റ്റ് കോപ്പി ചെയ്തു. സോ ദെൻ അതിനുശേഷം ഇവിടെ നമുക്ക് എന്താക്കാം, നേരെ കോപ്പി ചെയ്യുക. സോ ദെൻ സേവ് ചെയ്യുക, ദെൻ റൺ ചെയ്യുക. യെസ്, ഈ സാധനങ്ങൾ, ഈ കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ വേർഷനിലും കിട്ടുന്നതായിരിക്കും. ബ്രാൻഡിങ് ഫസ്റ്റ് ഇസ് നോട്ട് ഫങ്ഷനിങ്. ഓക്കെ,
റിമൈൻഡർ നിങ്ങൾക്ക് O3 O4 വേർഷനിലാണ് വരുന്നുള്ളത്. അത് അപ്കമിങ് ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് അത് എന്താക്കുക ലോഞ്ച് ആവുന്നുണ്ടാവുക. ഓക്കെ, അവിടെ ഇപ്പോൾ ഒരു എറർ വന്നിട്ടുണ്ട്. ഞാൻ ആ എറർ എന്താക്കാണ് നേരെ ChatGPTക്ക് അയച്ചു കൊടുക്കുകയാണ്. സോൾവ് ചെയ്യാൻ വേണ്ടി പറയാണ്. സോ ആ എറർ എന്താക്കും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. യെസ്, സിസ്റ്റം ഒന്ന് ലോഡ് ആവുന്നുണ്ട്. സോ ദാറ്റ്സ് വൈ. ഓക്കെ, ഈ കോഴ്സ് ഷീറ്റ് ഞാൻ ജസ്റ്റ് അത് എന്താക്കിയത് എൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള സാധനമല്ല. അതായത് നിങ്ങൾക്ക് എന്താണോ റിക്വയർമെന്റ്സ് ഉള്ളത്, ഇപ്പം ഗൂഗിൾ ഷീറ്റിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റംസ് ഉണ്ടെങ്കിൽ എന്താക്കുക, നിങ്ങളൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുക. എനിക്ക് ഇന്ന കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ എൻ്റെ ഇൻകം സേവ് ചെയ്യണം, അല്ലെ ഈ സാധനങ്ങളൊക്കെ വേണ്ടതുണ്ടെങ്കിൽ എന്താക്കുക, അതൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. നമുക്ക് ഇപ്പം എന്താക്കാറുണ്ട്, നമ്മൾ മെയിൻലി എന്താ ചെയ്യാറുള്ളത്, ലൈക്ക് ഗൂഗിൾ ഷീറ്റിൽ ചെയ്യുന്ന പോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കളർ കൊടുത്ത് ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ മൊത്തം എന്താക്കി ഇതിപ്പോൾ ഒറ്റയടിക്ക് ഞാൻ എന്താക്കി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്താക്കി നേരത്തെ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നത്, ഇപ്പം കണ്ടോ ഫുൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടില്ലേ. ഇവിടെ കോഴ്സ് നെയിം ഉണ്ട്, കോഴ്സ് കോഡ്, ഡ്യൂറേഷൻ, ഡിഫോൾട്ട് ഫീ, സോ ഏത് ടൈപ്പിൽ വരുന്നതാണ്, ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ സാധനങ്ങൾ, സോ എന്താണ് ആൻഡ് സ്റ്റാറ്റസ് ആക്റ്റീവ് ആണ് ഇൻആക്റ്റീവ് ആണ്. അതായത് ഇത് ഞാൻ നിങ്ങൾക്കുള്ള നമ്മൾ കൊടുക്കുന്ന കോഴ്സിൻ്റെ ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗൂഗിൾ ഷീറ്റാണ്. സോ അത് എനിക്ക് എന്താക്കി ഫുള്ളി ഡിസൈൻ ചെയ്യാൻ എനിക്ക് ടൈമില്ല. ഞാൻ അതുകൊണ്ട് എന്താക്കി ChatGPTയോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു പേജ് വേണം, എൻ്റെ കോഴ്സ് സാധനങ്ങൾ ഇതൊക്കെയാണ് വരുന്നുള്ളത്, എനിക്ക് എന്താക്കണം അതിവിടെ മാനേജ് ചെയ്യണം. ഞാനിവിടെ അഡ്മിഷൻ എന്നുള്ളടുത്ത് നിങ്ങളുടെ ഫീ ഡീറ്റെയിൽസ് എനിക്ക് എന്താക്കാനാണ് ഇവിടെ സേവ് ചെയ്ത് വെക്കാനാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ തരണമല്ലോ. അപ്പം നിങ്ങളുടെ നെയിം എന്താണ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്താ, ഇമെയിലാണ്, നിങ്ങൾ ഏത് കോഴ്സാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ മെൻറ്റർ ആരായിരുന്നു, നിങ്ങളിപ്പം ഏത് സ്റ്റേജിലാണുള്ളത്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ കോഴ്സ്, നിങ്ങൾ ടോട്ടൽ ഫീസ് എത്രയായിരുന്നു പേ ചെയ്തതെന്ന് എന്താക്കി എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. സോ അതിന് വേണ്ടി ഞാൻ എന്താക്കി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റംസ് ആണ്. എനിക്ക് ഈ സാധനം ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, ഞാൻ ഇതിരുന്ന് ഓരോ കളേഴ്സും ചേഞ്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി എന്താക്കേണ്ടി വരും, ഡെവലപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് ഞാൻ എന്താക്കി ജസ്റ്റ് ChatGPTയോട് പറഞ്ഞപ്പം ChatGPT എന്താക്കി എനിക്ക് വേണ്ടി കറക്റ്റ് ഫുൾ സാധനങ്ങൾ കോഡ് രൂപത്തിൽ ചെയ്ത് അതെന്താക്കി ഡിസൈൻ ചെയ്ത് തന്നു. കണ്ടല്ലോ. ഇനി എനിക്ക് ഇതിൽ ഇവിടെ എന്തെങ്കിലും സജഷൻസോ എഡിറ്റ്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താക്കാം, അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽക്കും എന്താക്കും അത് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിലേക്ക് ആക്സസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ, ഇവിടെ എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ ആപ്പ് സ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സോ ആപ്പ് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്താക്കുക കോഡ് കൊടുക്കാം. സോ ആ കോഡ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇവിടെയുള്ള കോഡ് ഉണ്ടാവും, അത് Ctrl+A നക്കിയിട്ട് എന്താക്കുക ബാക്ക് സ്പേസ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്യുക. ഞാൻ ChatGPT എടുത്തുള്ള കോഡ് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, ദെൻ സേവ് ചെയ്യുക, ദെൻ റണ്ണ് കൊടുക്കുക. സോ റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കും ഇവിടെ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ആ സമയത്തും എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ നേരെ ChatGPTക്ക് എന്താക്കിയാൽ മതി, സ്ക്രീൻഷോട്ട് കൊടുത്തിട്ട് അപ്ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താക്കും നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മളിങ്ങനെ കോഡ് ചെയ്യേണ്ടതെന്നുള്ളതും ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളതും ഈ കാര്യങ്ങളൊക്കെ എന്താക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ. ഇപ്പോൾ നമുക്ക് എന്താക്കുക ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. സോ ഇത് കൊടുത്തിട്ട് എന്താക്കുക ഇൻ്റർനെറ്റിൽ ഡയറക്റ്റ് സാധനങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അതിലേക്കുള്ള ആക്സസും കിട്ടുന്നതായിരിക്കും. അതിന് ക്രിയേറ്റ് ഇമേജ് എന്നുള്ള ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കാം, സ്ലൈസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻസിലേക്കൊക്കെ എനേബിൾ ചെയ്യാം. ക്യാൻവാസ് സെർച്ച് എന്നുള്ള ഗൂഗിൾ സെർച്ച് ആണ്, ക്യാൻവാസ് എന്നുള്ളത് നമുക്ക് ഡെവലപ്പിംഗ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനാണ്. ആൻഡ് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളതുണ്ട്. സോ ഡിസൈൻ ആൻഡ് ഡീപ്പ് റിസർച്ച്, സോ ഈ സാധനങ്ങളാണ് നമുക്ക് വരുന്നുള്ളത്. ക്ലിയർ ആണോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിവൺ? സാറേ ലാസ്റ്റ് പറഞ്ഞ ഈ എക്സൽ ഷീറ്റിന്റെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. വേറെ ആർക്കും എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളത്? ഒരു ഡൗട്ട്, ആ ആപ്പ് സ്ക്രിപ്റ്റ് എന്തിനാ യൂസ് ചെയ്യണേ? ആപ്പ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് ഇപ്പം ഈ ഗൂഗിൾ ഷീറ്റിനെ ഫുള്ളി നമുക്ക് എന്താക്കാം, അതായത് ഗൂഗിൾ ഷീറ്റ് നമുക്ക് മാനുവലിയും ചെയ്യാൻ പറ്റും, അത് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്
അതായത് കോഡ് വെച്ചിട്ട് അതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആപ്പ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുക. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കോഡ് വെച്ചിട്ട് എന്താക്കുക ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കോണ്ടന്റ് പറഞ്ഞിട്ട് ChatGPT പറയാം എനിക്കിത് ഗൂഗിൾ ഷീറ്റിൽ ആപ്പ് സ്ക്രിപ്റ്റിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും. വെബ് ഡേയ്സ് ചെയ്യാൻ ഏത് GPT ആണ് നല്ലത്? ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആ സാധനങ്ങൾ എങ്ങനെ ചെയ്യുന്നുള്ള ഒന്നുകൂടി കാണിച്ചു തരാം. അത് എനിക്കിപ്പോൾ എന്തായിരുന്നു റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നത്, ഞാൻ ChatGPTയിൽ എനിക്ക് എന്താക്കണം, അല്ലെ എനിക്ക് ഗൂഗിൾ ഷീറ്റിൽ എനിക്ക് എന്താക്കണം എൻ്റെ ഡാറ്റാസ് അല്ലെങ്കിൽ മാനേജ് ചെയ്യണം എന്നായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഞാൻ എന്താക്കി ChatGPTയിൽ പോയിട്ട് ChatGPTയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ്സ് ഉണ്ട്, എൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ന സാധനങ്ങളൊക്കെയാണ് എനിക്ക് എന്താക്കേണ്ടത് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു. ഞാൻ അതിൻ്റെ ഫസ്റ്റ് പ്രോംപ്റ്റ് മുതൽ ഞാൻ എന്താക്കാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കുറച്ച് ലോഡാവാൻ ചിലപ്പം ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്, ബിക്കോസ് ഞാൻ അതിൽ അത്രയും ചാറ്റ് നടത്തിയിട്ടുണ്ട്, അത്രയും ലൈക്ക് yes, I want to build a system to update my leads and admissions in a single system with all the courses. So എനിക്ക് എന്താക്കി ഒരു ബേസിക് ഡീറ്റെയിൽസ് വന്നു. ഞാൻ എന്താക്കി അതിൽ ഇനിയും റിസർച്ച് ഓൺ മൈ നീഡ് ആൻഡ് ബേസിസ് ഐ വാണ്ട് ടു ബിൽഡ് എ ക്ലാസ് സിസ്റ്റം ടു വിത്ത് ഓൾ ദി സിസ്റ്റംസ് ഇൻ മൈ ടീം ടു ക്യാൻ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ എന്താക്കി ഫുൾ ഡീറ്റെയിൽസ് എന്താക്കി ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ആൻഡ് അതിലേക്ക് ഞാൻ എന്താക്കി ഇത് എനിക്കതിൽ ടോപ്പ് 1% ഉള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നൊക്കെ പറയാൻ എന്താക്കി പിന്നെ ഡീറ്റെയിൽസ് കൊടുത്തു. ആൻഡ് അതിനുശേഷം ഞാൻ എന്താക്കി പിന്നെ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കും. ഞാൻ എന്താക്കി എനിക്ക് ഈ റിക്വയർമെൻറ്റ്സും ഈ നീഡൊക്കെ ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഞാൻ അന്നപ്പോൾ ഒന്നും റിസൾട്ട് എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എന്താക്കി പിന്നെ ഞാൻ കൊടുത്തു. സോ ഐ ഹാവ് ഡോട്ട്സ് വിച്ച് ഞാൻ ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്ക്രീൻഷോട്ട് എൻ്റെ മോഡൽസ് ഞാനൊക്കെ കൊടുത്തിട്ടു. ഞാൻ പിന്നെ എന്താക്കി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ChatGPTയോട് ചോദിച്ചു. ChatGPTയോട് എനിക്ക് വേണമെന്ത് ചോദിക്കാം, അത് ChatGPTയോട് പറയാം ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താക്കാം എന്നോട് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ ആൻസർ ചെയ്യാം ChatGPTയുടെ ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി ഫൈനൽ കൺഫർമേഷൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. സോ ഞാൻ എന്താക്കി അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കൊടുത്തു. അതിനുശേഷം ഞാൻ എന്താക്കി പറഞ്ഞു എനിക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. is there any doubt you can ask me when they can start to build. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അതിനനുസരിച്ച് എന്താക്കി ഇവിടെ ആൻസറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. സോ യു ക്യാൻ സ്റ്റാർട്ട് ടു ബിൽഡ് അവർ സിസ്റ്റം, ആർ യു റെഡി എന്ന് ചോദിച്ചു. യു ക്യാൻ സ്റ്റാർട്ട്. പേജ് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇതാക്കി ഇത് ക്രിയേറ്റ് ചെയ്ത് തരാൻ തുടങ്ങി. ആദ്യം ഒരു ബേസിക് സാധനം തന്നു. ഞാൻ അതിലെന്താക്കി റീവർക്ക് ചെയ്ത് എന്താക്കി അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ പ്രോംപ്റ്റിൽ മാത്രമല്ല, അതായത് അതിനെ ടീച്ച് ചെയ്ത് എന്താക്കി മനസ്സിലാക്കി എനിക്ക് വേണ്ട രീതിയിലേക്ക് എന്താക്കി ഇവിടെ കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് കുറേ എറേഴ്സ് ഉണ്ടായിരുന്നു. സോ ആ എറേഴ്സ് ഞാൻ കൊടുത്തു, സോൾവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സോ ആ സോൾവ് ചെയ്ത് എന്താക്കി അതൊരു നോർമൽ സിസ്റ്റം ആയിരിക്കും തരിക. നമ്മൾ അതിനെന്താക്കി ഡിസൈൻ ചെയ്ത് നമ്മളുടേതായ ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കും ഇതേപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിസ്റ്റമാണ് ഇപ്പം കാണുന്നുള്ളത്. എനിക്ക് എന്താക്കാം വുഡ് യു ലൈക്ക് ടു ആഡ് മീ ലൈക്ക് ഓട്ടോ കോഡ് ജനറേറ്റർ കോഡ് കൊടുക്കാം, ഓട്ടോ ഫില്ലിംഗ് അഡ്മിഷൻ പേജ് ബേസ്ഡ് ഓൺ ദി കോഴ്സ് സെക്ഷൻ. സോ എന്താക്കാം എനിക്കിവിടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ എന്താക്കാം അതിനനുസരിച്ച് മാറ്റാൻ വേണ്ടി പറ്റും. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ മോഡൽസ് പറഞ്ഞാൽ കോഡിങ് റീസണിങ് സാധനങ്ങൾക്കുള്ളതാണ്. O4 മിനി ഹൈയും 4 ഓലും നമുക്ക് എന്താക്കാം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ O3 വരുന്നുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ O3യിൽ പോയി ചോദിച്ചാൽ എന്താവില്ല, അത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടാവില്ല. അവിടെ വരുന്നുണ്ടായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടിയും എന്താണ് ലൈക്ക് തിങ്ക് ചെയ്ത് ചെയ്യേണ്ട മാത്സ് റീസണിങ് സാധനങ്ങളൊക്കെ ആണ് അവിടേക്ക് വരുമ്പോൾ ബെറ്റർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? GPT നമുക്ക് കുറച്ച് കാര്യങ്ങളോടും ഷെയർ ചെയ്യാനുണ്ട്. ഫ്രീ വേർഷനിൽ ഇതൊക്കെ കിട്ടൂലേ? ഫ്രീ വേർഷനിൽ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് അവൈലബിൾ ആണ്. അതായത് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടാവുന്നുള്ളത്, ഒന്ന് നിങ്ങൾക്ക് ടൈമിൻ്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ അതിന് സോൾവ് ചെയ്യാനുള്ള മറ്റു ടൂൾസുകളുണ്ട്, ഞാൻ അതും ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഓപ്ഷൻസ് ആണ് പ്രൊജക്റ്റ് എന്നുള്ളത്. സോ ഇത് പെയ്ഡ് വേർഷൻസിലാണ് അവൈലബിൾ ഉള്ളത്. ഐ തിങ്ക് കമ്മിങ്ങിൽ ഫ്രീയിലും വരാൻ മതി. ഇവിടെ പ്രൊജക്റ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ടാവും, ന്യൂ പ്രൊജക്റ്റ് എടുത്തിട്ട് എന്താക്കാം ഇവിടെ എന്താക്കാം എനിക്ക് നോട്ട് AI
ടീം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. യെസ്, പ്രൈവസിൻ്റെ ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് എന്താക്കാം ഇവിടെ പ്രോജക്റ്റുകൾ എന്താക്കാം, എനിക്ക് ഞാൻ പ്രീമിയം എടുക്കുന്നവർക്കാണ്. അതായത് ഇവിടെ ഞാൻ ഓരോ പ്രോജക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നോട്ടേ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഉണ്ട്, AI എഡ്യൂടെക് ന്യൂ പ്രോജക്റ്റ്, ന്യൂ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി. ഞാൻ ഓരോ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. നോട്ടേ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കുറേ ചാറ്റുകൾ കാണാം. ചാറ്റുകൾ എന്താക്കുക ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ ഇത് ഓരോന്നും ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നോട്ട് റിലേറ്റഡുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് എന്താക്കുക ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താക്കും എനിക്ക് റെസ്പോൺസ് കിട്ടും. എൻ്റെ ഓരോ പുതിയ അപ്ഡേറ്റ്സ് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്താക്കും ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ സമയത്ത് എന്താവും ഇവിടെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് നോട്ട് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും എന്താക്കാം എനിക്ക് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ പ്രൊജക്റ്റിൻ്റെ ആണെങ്കിൽ പ്രൊജക്റ്റ് റിലേറ്റഡ് ഇതുള്ള സാധനങ്ങൾ മൊത്തം എനിക്ക് എന്താക്കാം ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇവിടുന്ന് AI ടൂൾസിൻ്റെ അനാലിസിസ് സമ്മറീസ് ഉണ്ട്. യെസ്, വേരിയബിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ വേരിയബിൾസിൻ്റെ സാധനങ്ങൾ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ കാര്യങ്ങൾ മൊത്തം എനിക്ക് എന്താക്കുക ഇവിടുന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ പ്രൊജക്ട് ബേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ സൈറ്റേഷൻസിൻ്റെ ആയാലും ക്രോസ് ടാബുലേഷൻസ് ആയാലും സർവേ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ അനാലിസിസ് ആയാലും അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ചാപ്റ്ററുകളും ഞാൻ എന്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ChatGPT യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൻഡിക്സ് മുതൽ അതിൻ്റെ ബിബ്ലിയോഗ്രഫി മുതൽ അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രൊഡക്ഷൻ മുതൽ സാധനങ്ങൾ മൊത്തം ജസ്റ്റ് ഒരു 6 ഹവേഴ്സിനുള്ളിലായിരുന്നു, 4 to 6 ഹവേഴ്സിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ് മൊത്തം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. സോ വിത്തിങ് യൂസിങ് എന്താണ് ChatGPT യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഫുൾ കാര്യങ്ങൾ എന്താണ്, ഇനി ഞാൻ ഓരോ പ്രോജക്റ്റ് കൊടുക്കും. സോ അതിനനുസരിച്ച് എന്താക്കി ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ കാര്യങ്ങൾ മൊത്തം. ഓക്കെ, ക്ലിയർ ആണോ ഈ പ്രൊജക്റ്റ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇവിടെ ആയിട്ട് ആഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എനിക്ക് വേണം എന്താക്കാം ഞാൻ നോട്ടേൻ്റെ പ്രൊഫൈൽസും നോട്ടേൻ്റെ റിലേറ്റഡ് സാധനങ്ങളും മൊത്തം എന്താക്കാൻ പോവാണ്. എനിക്കിവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താക്കുക, ഇനി അടുത്ത റെസ്പോൺസ് തരുന്ന ടൈമിന് ഈ അതായത് ഇവിടേക്ക് എന്താക്കുക നോട്ടേൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മൊത്തം ഡാറ്റാസ് സാധനങ്ങൾ PDF ബ്രൗഷേഴ്സ് കോണ്ടന്റ് മൊത്തം എനിക്ക് എന്താക്കുക ഇവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അടുത്ത റെസ്പോൺസ് തരുന്ന ടൈമിന് ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും എനിക്ക് അവിടെ എന്താക്കുക റെസ്പോൺസ് തരുന്നുണ്ടാവുക. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് പെയ്ഡ് വേർഷനിലാണെങ്കിൽ ലിമിറ്റ് ഉണ്ടോ നമ്മൾ ആഡ് ചെയ്യുന്ന ഫയൽസിന്? ഇല്ല, ഐ തിങ്ക് അൺലിമിറ്റഡ് മനസ്സിലാക്കുന്നത്. യെസ്, മാക്സിമം ഞാൻ ഇതുവരെ ആഡ് ചെയ്താലും എനിക്ക് ലിമിറ്റേഷൻസ് വന്നിട്ടില്ല. ഓക്കെ, യെസ്. ഞാൻ അതേപോലെ തന്നെ ഇവിടെ ആഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതുണ്ട്. സോ ഇവിടെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ റെസ്പോൺസ് ഏത് ടൈപ്പിലാണ് വേണ്ടത്, പ്രൊഫഷണൽ വേണോ ഹ്യൂമനോയിഡ് വേണോ, ഏത് രീതിയിലാണ് നമുക്ക് എന്താക്കണത് റെസ്പോൺസ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്താക്കാം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് കോഡ് ആയിട്ടാണോ ഏത് ഫോർമാറ്റിലാണ് കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താക്കാം നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? എനിവൺ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? ഓക്കെ ആണ്. യെസ്. ടൈം ഞാൻ നോക്കിയില്ല, 10:15 അല്ലേ? ഓക്കെ, സോറി. യെസ്, നിങ്ങൾ ആരും ഇൻഫോം ചെയ്യുകയും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ ഒറ്റ സ്ട്രക്ചറിൽ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. ഓക്കെ, എന്താക്കണം, വൈൻഡപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണോ? ഓക്കെ, യെസ്, ആസ് യു വിഷ്. നിങ്ങളാണ് കേട്ടിരിക്കുന്നുള്ളത്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, ഇന്ന് സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണോ? നാളെ സൺഡേ ആയതുകൊണ്ട് ലീവ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ ക്ലാസ്? സൺഡേ ഹോളിഡേ എന്നാണല്ലോ അല്ലേ, അങ്ങനെ ആക്കണോ അല്ലെങ്കിൽ ക്ലാസ് ആണോ, എന്താ ചെയ്യണ്ടേ? സൺഡേ ഹോളിഡേ ആണോ അല്ലെങ്കിൽ ക്ലാസ് സൺഡേ കേൾക്കാനിരിക്കണോ? ഹോളിഡേ ആക്കിയാലോ? ഹോളിഡേ നാളെ ആക്കണോ? വേറെ പരിപാടി ഉണ്ടായിരുന്നു. ഹോളിഡേ. ഓക്കെ, അങ്ങനെ റിക്കേർഡ് ഹോളിഡേ ആണെങ്കിൽ നമുക്ക് ഹോളിഡേ ആക്കാം, കുഴപ്പമില്ല. ബാക്കി മൺഡേ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഇന്നെന്താക്കണം ബാക്കി പറയണോ? ബോറടിച്ചിട്ടുണ്ടെന്ന്? ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായിരിക്കെങ്കിലും? യെസ്, ക്ലിയർ ആണ്. ഓക്കെ, പ്രൈവസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, പ്രൈവസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്നുള്ള ഡാറ്റാസ് മൊത്തം എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് മൊത്തം എന്ത് ബേസ് ചെയ്തിട്ടാണ്?
നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് ബേസ് ചെയ്തിട്ടും അല്ലെ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ചാറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഡാറ്റാസിന്റെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താക്കുന്നത് റെസ്പോൺസ് തന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ സമയത്ത് തന്നെ ChatGPT നമ്മളുടെ ഫ്രീ വേർഷൻസ് യൂസ് ചെയ്യാൻ മറ്റു ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാനുണ്ടെങ്കിലും അത് നമുക്ക് ഫ്രീ ആയിട്ടാണ് എന്താക്കുന്നത് റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊക്കെ എൻക്രിപ്റ്റഡ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇതിന്റെ ഡാറ്റാസ് ഒരുപക്ഷെ എന്താണ് സ്റ്റോർഡ് ആയിരിക്കും. അതായത് നമ്മൾ കൊടുക്കുന്ന കോണ്ടൻസ് സാധനങ്ങൾ എന്താക്കും സ്റ്റോർ ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്താക്കുക റെസ്പോൺസ് തരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഇമേജിന്റെ കേസസുകളിലേക്ക് വരുന്ന ടൈമിന് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഗിബ്ലി എഫക്റ്റ് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ChatGPT തന്നെ ഒരു ലൈക്ക് റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരിക്കലും നിങ്ങളുടെ ഇമേജസ് കാര്യങ്ങളൊന്നും ഒരിക്കലും യൂസ് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇമേജസിന്റെ ക്വാളിറ്റി എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി. അതായത് ഒരുപക്ഷെ നമുക്ക് ഗിബ്ലി എഫക്റ്റിൽ നമുക്ക് എന്താക്കി ഒരുപാട് ഇമേജസുകൾ ക്രിയേറ്റ് ചെയ്തു. ChatGPT നിങ്ങളോട് ഡയറക്റ്റ്ലി വന്നിട്ട് ഇമേജ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താക്കും ഒരിക്കലും കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അവർ നമുക്ക് എന്താക്കി ഒരു ഓഫർ തന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് എന്താക്കി ഇമേജസ് എടുക്കാൻ വേണ്ടിയുള്ള ഒരു സിനാരിയോ എന്താക്കി അവർ ക്രിയേറ്റ് ചെയ്തെടുത്തു. നമ്മൾ ഫ്രീ ആയിട്ട് ഇമേജസുകൾ കൊടുത്തു. സോ അത് വെച്ച് എന്താക്കി അവരടുത്ത പ്രൊഡക്റ്റ് ഡാറ്റ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫേസുകൾ, അതായത് പല നിറങ്ങളിലുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള പല ആളുകളുടെ ഫേസ് എന്താക്കി കറക്റ്റ് ഫേസ് എന്താക്കി അവർക്ക് കിട്ടി. സോ ഷേപ്പുകൾ കിട്ടി, അവരുടെ കളർ ടോണുകൾ കിട്ടി, ഹെയർ സ്റ്റൈലുകൾ കിട്ടി, കൾച്ചർ കിട്ടി, അങ്ങനെ എല്ലാ സാധനങ്ങളും എന്താക്കിയിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ടോക്കൺസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഹിന്റ് ആയിട്ടായിരിക്കും എന്താക്കുക അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അടുത്തൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു അടുത്തൊരു ടൂൾ ക്രിയേറ്റീവ് സൈഡിൽ അവർ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്താക്കും ഈ ഇമേജസിന്റെ ഓരോ ഷേപ്പും കാര്യങ്ങളും എന്താക്കും യൂസ് ചെയ്യും. അത് വെച്ചിട്ടായിരിക്കും അടുത്ത ഓരോ ടൂളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ ക്രിയേറ്റീവ് സൈറ്റിലേക്കുള്ള ഇപ്പോൾ വീഡിയോസ് ആണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തെടുക്കാൻ അത്രയും ഡാറ്റ വേണ്ടി അല്ലെങ്കിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ മുന്നത്തെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് നമ്മൾ ChatGPT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് ജനറേഷൻ ടൂളിനോട് ഡോഗിനെ വരച്ചു തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതായത് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താക്കും അതിന്റെ ബാക്ക് ആൻഡ് സിസ്റ്റം എന്താക്കും സെർച്ച് ചെയ്യാൻ തുടങ്ങും. ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ഈ ഡോഗിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് ആ ഡോഗ് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെ എന്തൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ എന്താക്കും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്താക്കും ഒരു ഡോഗിന്റെ ഷേപ്പ് അത് ക്രിയേറ്റ് ചെയ്തെടുക്കും. അതായത് അതിന്റെ അടുത്തുള്ള ഡാറ്റാസ് വെച്ചിട്ട് എന്താക്കും അതൊരു ഡോഗിന്റെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്താക്കുക അയച്ച് തരുന്നുണ്ടാവുക. സോ അന്ന് അതിന് ഇമേജസിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതായത് അതിന്റെ അടുത്തുള്ള ഡാറ്റാസ് എന്തായിരുന്നു ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു പണ്ട് കാലത്ത് അല്ലെ ഒരു വർഷം മുന്നേ നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന ടൈമിന് ചെറിയ ചെറിയ പോരായ്മകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താക്കി ഡാറ്റാസ് അവർ കൂടുതൽ കൊടുത്തു, ട്രെയിൻ ചെയ്തിട്ടാണ് എന്താക്കിയിട്ടുള്ളത് ഇന്ന് കാണുന്ന റെസ്പോൺസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. ഈവൻ ChatGPT ലോഞ്ച് ചെയ്ത ടൈമിലായാലും ഇത്രയും നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അവർക്ക് പിന്നെയും കൂടുതൽ ഡാറ്റാസ് കിട്ടി. അത് വെച്ചിട്ടാണ് നമുക്ക് എന്താക്കാനുള്ളത് കൂടുതൽ റെസ്പോൺസിലേക്ക് ഉള്ളത്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ യെസ് ആഡ്സിലൊക്കെ ഇമേജസ് ആണ് കാണാറുള്ളത്. പലരും ഇപ്പൊ എന്താക്കിക്കൊണ്ടിരിക്കുന്നത് ഇമേജസ് ആണ് എന്താക്കുന്നത് യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുള്ളത്. സോ ഇതിന്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യണം, ഒരു ലൈക്ക് ഒരു ഡിസൈനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ സ്കൂൾ തുറക്കുകയാണ്, ആ സ്കൂളിനൊക്കെ വേണ്ടിയിട്ട് ഒരു പുതിയ ഫോട്ടോഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്താക്കിയാൽ മതി അവരുടെ ആ സ്കൂളിന്റെ യൂണിഫോമും സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താക്കിയാൽ മതി ജസ്റ്റ് AI യൂസ് ചെയ്ത് എന്താക്കാം ഫോട്ടോഷൂട്ട് ചെയ്യാം, ഇമേജസുകൾ ജനറേറ്റ് ചെയ്യാം. അത്രയും കോസ്റ്റ് അവർക്ക് എന്താക്കാൻ വേണ്ടി പറ്റും സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ സൈഡിൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈവസി സൈഡിലേക്ക് വരുമ്പോൾ പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ത്രെഡ്സിലും കാര്യങ്ങളിലൊന്നും പോയി പെടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ അതിൽ നിന്നൊരു ലൈക്ക് നമ്മൾ തന്നെ നമ്മളെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ഒരിക്കലും പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ബാങ്കിങ് ഡീറ്റെയിൽസോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക. അക്കൗണ്ടിങ് ഡീറ്റെയിൽസോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നാണ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ആരെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടോ? എല്ലാവരും ഓണാണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? എനിവൺ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം? ഇനി നമുക്ക് കസ്റ്റം ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് നോക്കാനുണ്ട്.
ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ ജോബ് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AI നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഡിസൈനേഴ്സിന്റെ ജോബ് നഷ്ടപ്പെടുന്നുണ്ടാവില്ല. സോ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി. അതായത് ബാക്കിയുള്ളവർ യൂസ് ചെയ്യാത്ത ടൈമിൽ നമ്മൾ AI യൂസ് ചെയ്തിട്ട് നല്ല ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചാൻസ് കൂടുക മാത്രമേ ചെയ്യുന്നുള്ളത്. നമുക്ക് അവർ 2 പോസ്റ്റർ ചെയ്യുന്ന ടൈമിന് നമുക്ക് 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. യെസ്, അഫ്ര സമാൻ, ഫൗസിയ, ജുവേരിയ, മലീൽ എഫഫ് ആൻഡ് ഫഹദ്, അഷൂദ്, ഷമീം, മുജിബ്ക, നൂറ, റഹാൻ, റിസ്വാൻ, റിസാൻ, സഹല, ഷാദിയ, ഷെസിൻ, ഷാൽന മാം, എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് എനിവൺ? ആർക്കെങ്കിലും കമന്റ്സ് ഒന്നും വരുന്നില്ലല്ലോ. കിടന്നുറങ്ങുന്നുണ്ടോ? എനിക്ക് ഒന്ന് ആരൊക്കെ ഓൺ ആക്കി വെച്ചിട്ട് കിടന്നുറങ്ങുകയാണെന്ന്. ആ, കമന്റ് വരുന്നുണ്ട്. യെസ്, ഉറങ്ങുന്നവരൊക്കെ ഒന്ന് പെട്ടെന്ന് എണീച്ച വേഗം നമുക്ക് അതിൻ്റെ ചെയ്താലോ? ഓർ അടുത്ത ടോപ്പിക്കിലേക്ക് പോകണോ? ടൈം ലേറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഞാൻ അടുത്ത വീക്ക് മുതൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് മുതൽ ടൈം നേരത്തെ ആക്കാൻ വേണ്ടി ശ്രമിക്കാം. ഒന്നാമത് ഞാനും ബിസി ആയി പോകുന്നതുകൊണ്ടാണ് എനിക്ക് ആ ഒരു മുന്നത്തെ ടൈമിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്. ഈ ഒരു ടൈമിൽ എടുത്തു പോയോണ്ട് തന്നെ കറക്റ്റ് ആ ടൈം ആകുമ്പോഴത്തേക്ക് ഫ്രീ ആവാൻ വേണ്ടി പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. മാക്സിമം എന്തായാലും ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ലിങ്ക്ഡിൻ ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇന്നലെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമിൽ. ആരെങ്കിലും ലിങ്ക്ഡിൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തു അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ ലിങ്ക്ഡിനിൽ? എനിവൺ ചെയ്തിട്ടില്ല? റിസ്വാന ചെയ്തിട്ടുണ്ടോ? യെസ്, ഫൗസിയ ചെയ്തിട്ടില്ല. ആരാ ചെയ്തവരുള്ളത്? യെസ്, ചെയ്തവരെന്താക്കുക, എനിക്കൊന്ന് പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്താക്കുക, അവരെല്ലാവരുടെയും ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് എന്താക്കുക, എല്ലാവരും ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഒന്ന് എല്ലാവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഞാൻ എൻ്റെത് ഷെയർ ചെയ്യാം. ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, സോ എല്ലാവരും എന്താക്കുക, ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഷെയർ ചെയ്യാം. അങ്ങോട്ടും അങ്ങോട്ടും എല്ലാവർക്കും പേഴ്സണലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ലിങ്ക്ഡിനുള്ളവരൊന്ന് എടുത്തിട്ട് എന്താക്കുക, ജസ്റ്റ് അൻസാർ നോട്ട് ചെയ്യുന്ന അടിച്ചു കഴിഞ്ഞാൽ, ഓർ അൻസാർ ഐ തിങ്ക് അൻസാർ MP എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കാം, എൻ്റെ പ്രൊഫൈൽ കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് എൻ്റെ പ്രൊഫൈൽ വരുന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാം, എൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രൊഫൈൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ട് കാണണം. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്താക്കാം, ഒരു കവർ പേജ് സെറ്റ് ചെയ്യാം. ആ കവർ പേജിൽ നമ്മൾ എന്താണ് എന്നുള്ളത് എന്താക്കണം, ആൾക്കാർക്ക് മനസ്സിലാവണം. ആൻഡ് ഞാൻ എന്താണ്, എൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരിക്കലും പോയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കൊടുക്കുന്ന പോലെ അൻസാർ .xxx അങ്ങനെ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇച്ചു പാച്ചു മറ്റെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന പോലെ എന്താക്കരുത്, ഒരിക്കലും കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. നിക് നെയിംസ് സാധനങ്ങളൊന്നും എന്താക്കരുത്, ഒരിക്കലും ഇവിടെ കൊടുക്കാൻ വേണ്ടി പാടില്ല. സോ പലതും കാണാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലപ്പം ഫാത്തിമ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ FA ഒക്കെ പകരം ചിലപ്പം X ഒക്കെ കൊടുക്കുന്ന അങ്ങനെ കുറെ പേരുണ്ട്. അങ്ങനത്തെ നിക് നെയിംസോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം IDs കാര്യങ്ങൾ എന്താക്കരുത്, ഒന്നും കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. സോ കറക്റ്റ് പ്രൊഫഷണൽ രീതിയിലായിരിക്കണം എന്താക്കേണ്ടത്, കൊടുക്കേണ്ടത്. സോ ഞാൻ എന്താക്കി, എൻ്റെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അടിയിൽ ഞാൻ കൊടുത്തു ഫൗണ്ടർ ആൻഡ് CEO നോട്ട് ചെയ്യും, ട്രാൻസ്ഫോമിംഗ് 1 lakhs ലേണേഴ്സ് വിത്ത് AI, സ്റ്റുഡൻറ് ഓൺടർപ്രണർ ആണ്, സ്പീക്കറാണ്, ബിൽഡിംഗ് AI, ഇന്ത്യസ് ഫസ്റ്റ് സ്റ്റുഡൻറ് AI EdTech സ്റ്റാർട്ട് മൂവ്മെന്റ്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ കൊടുത്തിട്ടുള്ള കുറേ പോസ്റ്റുകളുണ്ട്. ആൻഡ് അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് കാണാം. ഞാൻ നോട്ടയുടെ ഫൗണ്ടറാണ്, ഇൻ്റർവെല്ലിൽ ക്ലാസ്സുകൾ എടുക്കുന്ന മെൻറ്ററാണ്, IEDCൻ്റെ ഫൗണ്ടർ ആയിരുന്നു, മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് കാണാം. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് കാണാം, ലൈസൻസിങ് കാണാം, എന്നെ ആരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അത് കാണാം, എൻ്റെ അവാർഡ്സ് കാര്യങ്ങൾ കാണാം, ലാംഗ്വേജസ് കാണാം. ആൻഡ് യെസ്, അങ്ങനെ തുടങ്ങിയിട്ട് എന്നെ ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ഒരാൾക്ക് കാണേണ്ട കാര്യങ്ങൾ മൊത്തം എന്താക്കുക, ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാൻ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ചാറ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓൾറെഡി വന്ന് കിടക്കുന്നുള്ളതാണ്. സോ യെസ്, ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താക്കുന്നുണ്ട്, എന്നെ ഒരാൾ സ്ഥിരമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് ജോബിന് ആൾക്കാരെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താക്കുക വന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ചാറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ജോബ് ഓഫറിങ്സ് വന്നതുണ്ടാവാം. ആൻഡ് ഒരുപാട് പേര് നമ്മളെ ഇങ്ങോട്ട് കണക്ട് ചെയ്തതുണ്ടാവാം. ഓ,
ഐ തിങ്ക് മുന്നത്തെ ചാറ്റിൽ എവിടെയോ ആണുള്ളത്. ഞാനേതായാലും ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ആയിട്ട് കുറേ ചാറ്റ്സ് വന്ന് എടുക്കുന്നുണ്ട്. ഞാനത് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. നമുക്ക് എന്താക്കാം, പ്രൊഫഷണൽ സാധനങ്ങൾക്കാണ് ഇത് വരുന്നുണ്ടാവുക. മുന്നേ വന്ന കുറച്ച് ചാറ്റ്സ് ഉണ്ട്, ഞാനത് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. സോ ഇതിനെങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇവിടെ ആയിട്ട് നമുക്ക് നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫോളോ ചെയ്തവരെ എന്താക്കുക നമുക്ക് കാണാൻ വേണ്ടി പറ്റും. റിസാൻ നസ്രി ഇതാണോ? യെസ്, ഓക്കെ. റിസാൻ നസ്രി. ഓക്കെ, യെസ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇവിടെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ആൻഡ് കറക്റ്റ് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ അറ്റും അതേപോലെ തന്നെ ഈ ഒരു ഇമോജും ഒഴിവാക്കുന്നത് ബെറ്റർ ആയിരിക്കും. ചാറ്റ് ജി പി ടി എടുത്തിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കാം അല്ലേ. ആൻഡ് പോസ്റ്റുകൾ ചെയ്യാറുണ്ട്. പോസ്റ്റ് ഒരു കൺസിസ്റ്റൻസി ഒരു പ്ലാൻ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഓക്കെ, IDCയുടെ പാട്ടായിരുന്നു അല്ലേ. നൈസ്. എനിക്ക് വേണം എന്താക്കാം, ലിങ്ക്ഡിനിൽ കമൻറ്റ് വേണേൽ തരാം. എനിക്കത് ഫുള്ള് വായിക്കാനുള്ള ടൈമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ എന്താക്കാണ് AI വെച്ചിട്ട് ഒരു കമൻറ്റ്സ് എഴുതിപ്പിച്ചിട്ടുണ്ട്. സോ AIയിൽ എങ്ങനെ കമൻറ്റ് അതെങ്ങനെ ചെയ്യാന്നുള്ളത് കമന്റ് ചെയ്ത് ആ വെച്ചുകൊണ്ട് നമുക്ക് ലിങ്ക്ഡിനെ എന്താക്കാം, എങ്ങനെ കമൻറ്റ്സ് ചെയ്യാന്നുള്ളത് ഞാൻ എന്തായാലും സെഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. പ്ലഗിൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിവിടെ എന്താക്കിയിട്ടുണ്ട്, ഈ പോസ്റ്റ് മൊത്തം വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ ഞാൻ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആളെന്തായിരിക്കും വിചാരിക്കുക, ഞാൻ ഫുൾ വായിച്ചിട്ട് കമൻറ്റ് ഇട്ടതാണെന്നുള്ളത്. സോ എനിക്ക് എന്താക്കാം, അത്രയും ടൈം സേവ് ചെയ്തിട്ട് അവിടെ എന്താക്കിയിട്ടുണ്ട്, എൻ്റെ വാക്ക് കഴിഞ്ഞു. സോ യെസ്, നൈസ്. ഇതുപോലെ എന്താക്കുക, എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടെടുക്കുക. ഓക്കെ. ആൻഡ് ഞാനിപ്പം എനിക്കിപ്പോൾ എന്താക്കണം, ഇവിടെ അടുത്തൊരാളേലും കമൻറ്റ് ചെയ്യണം വിചാരിക്കുക. എൻഗേജ് ദ പോസ്റ്റ്. സോ ഫ്രണ്ട്ലി ടോണിൽ ഞാൻ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എന്താണ് എന്നുള്ളത്, എന്നിട്ട് എന്താക്കുക, കമൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ടൈമിന് എന്തായിരിക്കും, ബെറ്റർ ആയിരിക്കും. ഓക്കെ. സോ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ആൻഡ് ഇംപ്രഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പം റീസെൻ്റ്ലി ആണ് ഒന്നുകൂടിയും ആക്റ്റീവ് ആയിട്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഡേയ്സ് എക്സാംസ് കാരണങ്ങളായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇപ്പം 164% ഓഫ് ഗ്രോത്ത് എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 7 ഡേയ്സിൽ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. യെസ്, അറൗണ്ട് കഴിഞ്ഞ ടോട്ടൽ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 33,000 ഓഫ് ഇംപ്രഷൻസ് എനിക്ക് എന്താക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്, എൻ്റെ പ്രൊഫൈലിന് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സോ യെസ്. ആൻഡ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആയിട്ടുള്ള പോസ്റ്റ് ഏതാണെന്നുള്ളതും അതൊക്കെ എന്താണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അറൗണ്ട് 17 കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. യെസ്, ഒരുപാട് പേര് എൻഗേജ് ചെയ്തിട്ടുണ്ടായിരുന്ന പോസ്റ്റ് ആയിരുന്നു ഇത്. എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് എന്താക്കുക, നമ്മൾ ലിങ്ക്ഡിൻ എന്ന് സെർച്ച് ചെയ്യുക. ലിങ്ക്ഡിൻ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, അതിൽ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എന്താക്കുക, നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് എന്താക്കാം, ഞാൻ ലാസ്റ്റിൽ ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഇവിടെ ജോബ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ഒരുപാട് ജോബ്സ് കാര്യങ്ങളൊക്കെ കാണാം. അവിടേക്കൊക്കെ എന്താക്കാം, നമുക്ക് അപ്ലൈ ചെയ്യാനും അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ട് സോഷ്യൽ മീഡിയ മാനേജറും മറ്റേതെങ്കിലും പൊസിഷൻസും പല പൊസിഷൻസും എന്താക്കുക കാണാൻ വേണ്ടി പറ്റും. സോ അവർക്കൊക്കെ നമുക്ക് എന്താക്കുക, ടൈമും അല്ലെങ്കിൽ പ്ലേസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മുടെ നോട്ടയ്ക്കും കമ്പനി പ്രൊഫൈലുണ്ട്. സോ അത് സെലക്ട് ചെയ്തിട്ട് നോട്ടയുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാം. ഓക്കെ. ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ലൈക്ക് ഇൻ്റർവെല്ലിൻ്റെ ഫൗണ്ടർ റമീസ് ഖാൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ കാണാം.
അറൗണ്ട് 11,000 ഫോളോവേഴ്സ്. അവരൊക്കെ ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിനേക്കാൾ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഒരുപക്ഷെ ഇതിലായിരിക്കും ഉണ്ടാവുക. ബിക്കോസ് അവരൊക്കെ എന്താണ് ഇതായിരിക്കും അത്രയും പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അവരുടെ പേഴ്സണൽ കരിയറിനേക്കാൾ അപ്പുറമായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയക്കാൾ അപ്പുറമായിട്ട് അവരൊക്കെ അപ്ഡേറ്റ് ആക്കി കൊണ്ടെടുക്കുക ലിങ്ക്ഡിൻ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവരും എന്താക്കുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ് എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? നമുക്ക് അതിൻ്റെ ചെയ്താലോ എന്നാൽ? ഓക്കെ, യെസ്, ഇന്നും 1.5 മണിക്കൂറിലേക്ക് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോറി, നമുക്ക് അടുത്ത ഡേയ്സിലേക്ക് ഒന്നുകൂടി ഫാസ്റ്റ് ആക്കാം. കണ്ടൻസ് മാക്സിമം നമുക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ച് ഷെയർ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, എനിവേ ഇത്രയും നേരം ഇരുന്നതിൽ താങ്ക് യു സോ മച്ച്. സോ അടുത്ത ക്ലാസ്സിൽ എന്താക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ എന്താക്കാം, ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓപ്പൺലി മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. പലരും ക്യാമറ ഓൺ ആക്കിയവർ ഓൺ ആക്കാതാണ് ഇന്നത്തെ സെഷനിൽ ഇരുന്നിട്ടുള്ളത്. അടുത്ത സെഷൻസ് മൺഡേ മുതൽ നിർബന്ധമായിട്ട് എന്താക്കുക, എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിട്ട് വേണം ഇരിക്കേണ്ടത്. ഓക്കെ, ബോത്ത് എല്ലാവരും. നമ്മൾ അറൗണ്ട് 16, 18, 20ൻ്റെ മുകളിൽ ആൾക്കാർ സ്ഥിരമായിട്ട് ലൈവിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലാകെ 3-4 ആൾക്കാർ മാത്രമാണ് ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളത്. അവർ മാത്രമേ ഇപ്പോൾ ടോപ്പ് 1%ലേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്താക്കണം, അടുത്ത സെഷൻസ് വരുമ്പോൾ ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കണം. ഓക്കെ, റെഡി അല്ലേ? യെസ്, ഇപ്പോൾ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഓൺ ആക്കുന്ന ഫഹദ്. നൈസ്, ഓക്കെ, നല്ല ഓൺ ആക്കിയല്ലോ, അത് മതി. ലാസ്റ്റിലേക്ക് എന്താക്കണം, അടുത്ത സെഷൻ മുതൽ നിർബന്ധമായിട്ട് എന്താക്കുക, എല്ലാവരും ഓൺ ചെയ്യാം. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, റെഡി. എല്ലാവരും നിങ്ങളുടെ എല്ലാ കമൻസും നിങ്ങൾ ഓൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളുടെ ടീം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ആയിരിക്കും ഒരു ബിഗ് സർപ്രൈസ് വരുന്നുണ്ടാവുക. ഓൺ ചെയ്തവർക്ക് എന്തായാലും എന്തെങ്കിലും കാര്യം വേണ്ടേ, ഇത്രയും നേരം കഷ്ടപ്പെട്ടിട്ടിരുന്നവർക്ക്. നിങ്ങളെപ്പോലെ മടിയന്മാരല്ലാതെ അവർ ഇരിക്കുന്നുള്ളത്, അപ്പം എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ അവർക്ക്. ഓക്കെ, എനിവേ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ഇത്രയും നേരം ഇരുന്നതിന്, സഹിച്ചതിന്, മനസ്സിലാക്കിയതിന്. സോ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ലാസ്റ്റ് 4 ഡേയ്സിലെ ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എല്ലാവരും. ഓക്കെ, നിർബന്ധമായിട്ടും എന്താക്കുക, ലാസ്റ്റ് സെഷൻസിലെ എല്ലാ കാര്യങ്ങളും എന്താക്കുക, അപ്ഡേറ്റ് ചെയ്തിട്ട് ഇരിക്കണം. അത് റിവ്യൂ ചെയ്തിട്ടായിരിക്കും അടുത്ത ബാക്കി സെഷൻസിലേക്കുള്ള എൻട്രി ഉണ്ടാവുക. ഓക്കെ, അത് ഫുൾ എന്താക്കും, ഇവാലുവേറ്റ് ചെയ്യും. ഒരുപാട് പേര് മടി പിടിച്ചിരിക്കേണ്ടത് തോന്നുന്നുണ്ട്. സോ ആ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ എന്താക്കണം, ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, യാ ഷുവർ ചെയ്താൽ പതുക്കെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, നാളെ സൺഡേ ഹോളിഡേ നിങ്ങളെല്ലാവരെയും റിക്വസ്റ്റ് മാനിച്ചിട്ട് ഓഫായിരിക്കും. അടുത്ത സെഷൻസ് മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് അറിയാം. ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം ഇന്നും ഓട്ടം തന്നെ ആയിരുന്നു. അപ്പം ഏതായാലും ഫുഡ് കഴിച്ചിട്ട് നല്ലോണം ഉറങ്ങുക. സൺഡേ അടിപൊളിയാക്കാം. ഓക്കെ, സോ ഓക്കെ ഗൈസ്, ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, അടിപൊളിയാക്കാം. യെസ്, അസ്സലാമു അലൈക്കും. ബൈ. വലൈക്കും അസ്സലാം.